കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ നല്ല പകലിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി എം കോശി അവറുകൾ ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് യോഹന്നാൻ അവറുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് പകൽ മുഖവുരകൾ പറഞ്ഞ് ഞാൻ സമയമൊന്നും കളയുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ നമ്മുടെ മധ്യയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷകൾക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് യോഹന്നാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുന്ന എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ തലമുറയിൽ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുന്ന, വിദേശത്തും സ്വദേശത്തും കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ ഒരു കർത്തദാസനാണ്. ആലപ്പുഴക്കാരനാണെങ്കിലും ഇപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ IPC സഭയുടെ ആറ്റിങ്ങൽ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ സെൻട്രൽ സഭയുടെ ശുശ്രൂഷകനായും താൻ ആയിരിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ വിലപ്പെട്ട ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആറ്റിങ്ങൽ സെൻറ്ററിൻ്റെ മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അഗസ്റ്റിൻ അവറുകളെ നിങ്ങൾക്കറിയാമായിരിക്കും. നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൺ ഇൻ ലോയാണ്. ഇന്ന് പകലും രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകലത്തെ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി വളരെ ആദരവോടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് യോഹന്നാൻ അവറുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. Praise the Lord. Hallelujah. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രസിദ്ധരായ ദൈവദാസന്മാരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി എം കോശി അവറുകൾ, ഞാൻ ക്രിസ്തുവിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജോബിൻ ജോസഫ്, ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും അതുല്യനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം സാവകാശം നൽകിയ ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പിൻപിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി ഉപയോഗിക്കുന്ന ഈ തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോടൊപ്പം വേദി പങ്കിടുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകാൽ പാസ്റ്റർ ജോബിൻ അവറുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവശക്തമായ കർത്തൃകരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ സ്തോത്രം പരിചയപ്പെട്ട നാൾ മുതൽ വളരെ സന്തോഷത്തിലായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ആറ്റിങ്ങൽ സെൻട്രൽ ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയ ദൈവദാസനെ ഞങ്ങൾ 20ാമത്തെ ദിവസം ക്ഷണിച്ചിരുന്നു. ഇന്നും മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു ആ ദിവസം. ഹല്ലേലൂയ. അദ്ദേഹം 15 മിനിറ്റ് മാത്രമേ ദൈവജനം സംസാരിച്ചുള്ളൂ. ഒരു പറ്റം ദൈവദാസന്മാർ, ദൈവമക്കൾ ഞങ്ങളുടെ ആറ്റിങ്ങൽ സെൻറ്റർ സ്തോത്രം ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം അവിടെ വ്യാപരിക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകി. ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാൻ ദൈവം അവസരങ്ങളെ നൽകി. പ്രിയ ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ.
രാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ TM കോശി അവർകൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, സ്വതന്ത്രം ഈ തലമുറയിൽ ദൈവശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസൻ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും എന്നാഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ. എൻ്റെ ചർച്ചിൽ ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രം അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വിടുതൽ ദൈവം അയക്കും. ഇവിടെ നാം ഒരുമിച്ച് വചനം ധ്യാനിക്കുമ്പോൾ അവിടെ വിടുതലിൻ്റെ ശബ്ദം, വിടുതലിൻ്റെ കരം വ്യാപരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. മുഖവരകളൊന്നും ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രം ഡയറക്റ്റായിട്ട് ദൈവവചന ഭാഗത്തിലേക്ക്, തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവവചനം യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മോശ എന്നെ അയച്ച നാളിലെ പോലെ മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാൻ എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. എത്ര പേർക്ക് ഈ വാക്യത്തിന് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. സ്വതന്ത്രം. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. 3 കാര്യം അവിടെ ശ്രദ്ധേയമാണ്. 1, പടവെട്ടാനും പോകുകയും വരികയും ചെയ്യുവാനും 3 കാര്യം പറയുന്നു. നമ്പർ 1 പടവെട്ടാൻ, നമ്പർ 2 പോകാൻ, നമ്പർ 3 വരുവാൻ. എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ. ആ പദത്തിനൊരർത്ഥമുണ്ട്. അന്നത്തെ പോലെ തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗത്തെ ഓർത്ത് സ്തോത്രം. ദൈവവചനത്തിലൂടെ വ്യക്തിപരമായി മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ ഈ 2ാമത്തെ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ മതി. സ്തോത്രം. 85 വയസ്സുള്ള കാലേബ് യോശുവയുടെ മുഖത്തു നോക്കി പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ച്. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. 85 വയസ്സുണ്ട് എന്ന് പറഞ്ഞ് കാലേബേ നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, കാലേബ് യോശുവയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നു, ഇല്ല, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. നീ പറയും പടവെട്ടാൻ എനിക്ക് കഴിയത്തില്ല, പോകാൻ എനിക്ക് കഴിയത്തില്ല, വരാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ അന്നത്തെ ആരോഗ്യം തന്നെ ഇന്നും ഇരിക്കുന്നു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. ദൈവവചന ശുശ്രൂഷയിൽ ബന്ധനമഴിയും. ദൈവവചന ശുശ്രൂഷയിൽ കെട്ടുകൾ അഴിയും. ഒരു കാര്യം ഞാൻ പറയാം. സങ്കീർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നു, തീ നിനക്ക് മുൻപ് പുറപ്പെടും. തീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവവചനത്തെ തീയായിട്ട് ഉപമിച്ചിട്ടുണ്ട്. ഹാലിയ, തീ നിനക്ക് മുൻപ് പുറപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവവചനം നിനക്ക് മുൻപ് പുറപ്പെടും. ഉപവസിക്കുന്ന ദൈവവൈതലേ, ഇന്ന് പകലിൽ ഒരു തീ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവവചനം നമുക്ക് മുൻപ് പുറപ്പെട്ടു. ദൈവവചനം സാക്ഷാൽ ദൈവം തന്നെയാണ്.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയിരുന്നു. അങ്ങനാണെങ്കിൽ ഒരു തീ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവവചനം പുറപ്പെടും. ദൈവവചനം പുറപ്പെട്ടാൽ സാക്ഷാൽ ദൈവം തന്നെ പുറപ്പെടും. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവവൈതലേ, നമ്മുടെ വിഷയത്തിൽ ഒരു തീ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ, വചനം പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ദൈവം പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ഉടലബരമന ഹദുരമന ഘടകധുനിയ മനൽഖമന ഘടകധന ഘടക ഉടലമന ഘടകധന. ഈ രണ്ടാം ദിവസം അത്ഭുതങ്ങളുടെ പകലാക്കി, അടയാളങ്ങളുടെ പകലാക്കി, ദൈവപ്രവൃത്തിയുടെ പകലാക്കി. നീ ഇവിടെ ഇരുന്നു കൊണ്ട് ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിലെ കെട്ടുകൾ അഴിയണം. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കടൽ കടന്ന് അക്കരെ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരപ്പെടുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി. യെസ്, വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചോണം. യെസ്, ഈ സെക്ഷൻ തീരുന്നതിനിപ്പുറം ദൈവാത്മാവ് നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഓ റബന ശതലബല ഹദനബര ഗദല ഗഡഗധനിയ. ഞാൻ പറഞ്ഞില്ലേ, തീ പുറപ്പെട്ടു കഴിഞ്ഞാൽ ദൈവവചനം നമുക്ക് മുൻപേ പുറപ്പെടും. അർത്ഥാൽ ദൈവം തന്നെ നമുക്ക് മുൻപേ പുറപ്പെടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അടുത്ത വാക്കാണ് ശ്രദ്ധേയം. ഒരു തീ പുറപ്പെട്ടാൽ ചുറ്റുമുള്ള വൈരികളെ അവൻ ദഹിപ്പിക്കും. നീ അറിയാതെ നിന്റെ ശാരീരിക മാനസിക മണ്ഡലങ്ങൾക്ക് നേരെ, ഭൗതിക മണ്ഡലങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ, സഭയ്ക്കെതിരെ, നിന്റെ ആത്മീക മണ്ഡലങ്ങൾക്കെതിരെ നീ അറിയാത്ത ചില വൈരികളുണ്ട്. ഈ രണ്ടാം ദിവസം ദഹിപ്പിച്ചു കളയുന്ന, ഓ റാമാന ശാധന, ദഹിപ്പിച്ചു കളയുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം, ദഹിപ്പിച്ചു കളയുന്ന ഒരഗ്നി, ദഹിപ്പിച്ചു കളയുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകലിൽ വ്യാപരിക്കുന്നുണ്ട്. ഹോറമാന ജന ധര മന ധിയാല വൈശ്യ പ്രൗഢമന ഗദന ഘടക. നീ അറിയാത്ത ചില വൈരികൾ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിന്നെ തകർക്കേണ്ടതിന് നിന്റെ ഭൗതിക മണ്ഡലങ്ങൾക്ക് നേരെ, ആത്മീക മേഖലകൾക്ക് നേരെ വാടകോരുന്ന ശക്തികളെ ഇന്ന് പകല് തീ ദഹിപ്പിച്ചു കളയുമെന്ന് പറയുമ്പോൾ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ആരാധിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. യേശുവിന്റെ നാമത്തിൽ രാമനാഥു രാമന. ദഹിപ്പിക്കുന്ന പകല, ദഹിപ്പിക്കുന്ന പകല. ഉടമന നിന്റെ വിഷയങ്ങൾക്കെതിരെ, നിന്റെ വാക്തത്വങ്ങൾക്കെതിരെ, ഉടമന നിന്റെ ആരോഗ്യത്തിനെതിരെ പോരാടുന്ന അന്ധകാര ശക്തിയുടെ വ്യാപാരത്തെ ദഹിപ്പിച്ചു കളയുന്ന രണ്ടാം ദിവസമാണെന്ന് പറയുമ്പോൾ സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കാം. ദൈവശക്തി വെളിപ്പെടുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. ഈ ആലയത്തിൽ ദൈവശക്തി വെളിപ്പെടുന്നു. അതനുഭവിച്ചറിയുന്നവർ അധരം തുറന്നുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോണം. ഇത് ഉപവാസ പ്രാർത്ഥനയാണ്, കൺവെൻഷൻ അല്ല. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ഉടമന ദൈവശക്തിയുടെ വ്യാപാരം തിരിച്ചറിയുന്ന ദൈവമക്കൾ. ഉടരമന ഗദല പ്രൗഢമന ഹംദര ജഗന ഗഡഗധനയ ഹർത്തൽ കമന ഗഡഗ തുരാ ജഗമന ഹംദര ജഗന ഗഡഗ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ വിഷയത്തിൽ തീ പുറപ്പെട്ടിട്ടുണ്ട്, നിന്റെ വിഷയത്തിൽ തീ പുറപ്പെട്ടിട്ടുണ്ട്, നിന്റെ വിഷയത്തിൽ തീ പുറപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്ക്, ആ തീ വെറുതെ വരുത്തില്ല, ആ തീ വെറുതെ വരുത്തില്ല. ചിലതിനെയൊക്കെ ദഹിപ്പിച്ച് കളയുന്ന പകലാക്കി ഉടമനെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത നിലവാരങ്ങളിൽ നിന്നെ കെട്ടിവെച്ച ചില മണ്ഡലങ്ങളെ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി വാചനമയച്ച്
ഹരിയ തലമുറകളെല്ലാം ദൈവത്തെ സ്തോത്രം പറഞ്ഞ് ഈ വചനത്തിന്റെ ശക്തി തലമുറകളുടെ മേൽ വെളിപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ കാണുകയാണ് കേട്ടോ. നീ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തലമുറകളെ കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഹേ റമന ഹദുര മാം ദലബ് തുര ചമാന ഹംദ രാജഗൽ ഖമനയ. കുടി വിധി 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 ശമന ഘടകധനയ റോഹൽ മസിഖാബന ഹംദൽ ഖമനയ ഉടന ഘടകധുനി വിധി വിധി ഘടകധന. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് അന്നത്തെ പോലെ തന്നെ തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. 85 വയസ്സുകാരൻ പറയുക സ്വതന്ത്രം. അപ്പോൾ മോശ എന്നെ അയച്ച നാളുണ്ട്. അതിലേക്ക് വരുന്നതിനൊക്കെ മുൻപേ അല്പചരിത്രത്തിലേക്ക് പോകേണ്ട ആവശ്യമാണ്. സ്വതന്ത്രം. ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം മോശെ ഉപയോഗിച്ചു, ഇല്ലേ? മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ നൂന്റെ മകനായ ജോഷുവയെ, അല്ലേ, ദൈവം തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നൂന്റെ മകനായ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത് മതി എന്ന് പറഞ്ഞാൽ മോശയുടെ മരണശേഷം വീണ്ടും ആരായി ഇസ്രായേൽ മക്കളെ നയിക്കേണ്ടതെന്ന് യാതൊരു കൺഫ്യൂഷനും ഇല്ല അവിടെ. ഹല്ലേലൂയ. കാരണം മോശയുടെ കൂടെ നടന്ന ജോഷുവെ തന്നെ ഇസ്രായേൽ മക്കളെ നയിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്തോത്രം. യോശുവെ തിരഞ്ഞെടുക്കുമ്പോൾ യോശുവയോട് പറഞ്ഞ ചില ദൂതുകളുണ്ട്. അതിലെ 1-ാമത്തെ ദൂത് ഇതാ: ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കണ്ടോ ആ വചനം? കണ്ടോ? ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് ഞാൻ കൂടെ ഇരിക്കും. അപ്പൊ മോശയോട് കൂടെ ഇരുന്നത് എങ്ങനെയാ? നമുക്കറിയാം, 430 വർഷത്തെ കഠിനമായ കരത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ പകൽ മുഴുവൻ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് കുരുന്നുകളെ ബാലവേല ചെയ്യിപ്പിക്കുന്നു. പകൽ മുഴുവൻ അന്തിയോളം കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കളെ അടിമവേല ചെയ്യിപ്പിക്കുന്നു. ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങളെ ബാലവേല ചെയ്യിപ്പിക്കുമ്പോൾ പകൽ അന്തിയോളം കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കളെ അടിമവേല ചെയ്യിപ്പിക്കുന്നു. കുറച്ച് ഭക്ഷണം, കൂടുതൽ ജോലി. മതി കർത്താവേ, ഈ കഠിനമായ കരത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു. പുറപ്പാടുകാരൻ ഇങ്ങനെ എഴുതി: ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടു. 1 പ്രാവശ്യമല്ലോ, 2 പ്രാവശ്യം. കേട്ടു. ഇസ്രായേൽ മക്കളുടെ കണ്ണുനീർ ഞാൻ കണ്ടു. ഇന്ന് പകലിലും നമ്മുടെ കണ്ണുനീർ കാണുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നിലവിളി കേൾക്കാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ നിലവിളി പറഞ്ഞേ കേട്ടു. അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു. എല്ലാം തുറന്നു പറയുന്ന ഒരിടം ദൈവസന്നിധിയാണ്. ദൈവസന്നിധി എന്ന് പറയുമ്പോൾ നാം ഒരു പായിട്ട് മുഴങ്കാലുകളെ മടക്കി ആകാശത്തിലേക്ക് കൈ ഉയർത്തുന്ന എവിടാണോ, അത് ആലയമാണെങ്കിലും ഭവനമാണെങ്കിലും ഓഫീസാണെങ്കിലും പഠന റൂമാണെങ്കിലും അവിടെ ദൈവസന്നിധിയാണ്. അപ്പനോട് പറയാത്തത്, അമ്മയോട് പറയാത്തത്, ഹല്ലേലൂയ, ഭാര്യയോട് ഭർത്താവിനോട് പറയാത്ത കാര്യം അവിടെ നമുക്ക് പറയാം. എല്ലാം കേൾക്കുന്ന ആളും ദൈവമാ, അല്ലേ?
നമ്മുടെ നിലവിളി കേൾക്കാൻ കർത്താവ് എങ്ങനെയാ വരുന്നെന്നറിയാമോ? ആകാശം ചായിച്ചിറങ്ങി വരും. ഒരു പായ കിടക്കുന്നവരും ഒരു കട്ടിലെ കിടക്കുന്നവരും സ്വത്രം നമ്മുടെ വേദനകളോ നമ്മുടെ കണ്ണുനീരോ നമ്മുടെ നിലവിളിയോ കേട്ടെന്ന് വരികയില്ല. എന്നാൽ എല്ലാം കേൾക്കുന്ന ആള് നമ്മുടെ കർത്താവാണ്. ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു. നിലവിളി കേട്ട കർത്താവ്, കണ്ണുനീർ കണ്ട കർത്താവ്, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി അരുളുന്നത് എന്താണെന്നറിയാമോ? മോശയെ ദൈവം തെരഞ്ഞെടുത്തു. മോശയെ തെരഞ്ഞെടുക്കുമ്പോൾ മോശ പറഞ്ഞു, കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുക്കരുത്. കാരണം എനിക്ക് 2 ബലഹീനതകളുണ്ട്. അതെൻ്റെ കാലിലല്ല, എൻ്റെ കയ്യിലല്ല, എൻ്റെ അധരത്തിലാ ബലഹീനത. നമുക്കറിയാം, ഒന്ന് അവൻ്റെ സ്വത്രം നാവ് തടിച്ച നാവാണ്, 2 കട്ടിയുള്ള നാവാണ്. സ്വത്രം ഹല്ലേലൂയ. കട്ടിയുള്ള നാവും ആ നാവിൽ വിക്കൂടുണ്ട്. സ്വത്രം കട്ടിയില്ലാത്ത നാവുള്ള വിക്കന്മാരെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു വാക്ക് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ സ്വത്രം ഒരുപാട് സമയമെടുക്കും. അപ്പോൾ കട്ടിയുള്ള നാവും കൂടെ ആണെങ്കിലോ സ്വത്രം ആ വിക്ക് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ സ്വത്രം 5 മിനിറ്റ് എടുക്കും. ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന സമയം കൊണ്ട് അവർ അങ്ങോട്ട് പോയിരിക്കും. അതുകൊണ്ട് ഹാലിയ കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുക്കരുതെന്ന് മോശ പറഞ്ഞപ്പോൾ ഹാലിയ കർത്താവ് പറഞ്ഞ്, നിന്നെ തന്നാണ് എനിക്ക് വേണ്ടത്. കാരണം നിന്റെ അധരത്തെ ഞാൻ തൊടും. എനിക്ക് നിന്നെ തന്നെ വേണ്ടേ? കാരണം നിന്റെ അധരത്തെ ഞാൻ തൊടും. ഈ ഉപവാസ പ്രാർത്ഥനക്കകത്തായിരിക്കുന്ന ദൈവമക്കളെ, ഈ 2-ാം ദിവസം നിന്റെ നാവിനെ ഒന്ന് തൊടാൻ, നിന്റെ നാവിനെ ഒന്ന് തൊടാൻ ഏൽപ്പിച്ചാൽ പരിശുദ്ധാത്മാവിയുടെ ഉണ്ട്. നിന്റെ നാവിനെ ഇന്ന് പകൽ തൊട്. Ramana tu ramana shabada hadula bara hadana mana hamdara alkamana duramam thalam baragatuniya അടകമന കരകതന. ഇന്ന് പകൽ ഹല്ലേലൂയ, അടുത്തിരിക്കുന്നവരെ നോക്കണ്ട കേട്ടോ. അവർ ആരാധിച്ചോ, അവർ ദൈവവചനം കേട്ടോ, നോ. നിന്റെ ചാൻസ് ഇത്. ശത്രുവിന്റെ പോരുകളെ തകർത്തുകൊണ്ട് ഒരു ദൈവിക പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് ഇന്ന് പകൽ കാണിക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാ. ഇന്ന് പകലൊന്ന് പറഞ്ഞ്, എൻ്റെ നാവിനെ ഒന്ന് തൊടണം കർത്താവേ, എൻ്റെ നാവിനെ ഒന്ന് തൊടണം. മോശയോട് പറഞ്ഞ്, കട്ടിയുള്ള നാവാണോ കുഴപ്പമില്ല, വിക്കുള്ള നാവാണോ കുഴപ്പമില്ല, എൻ്റെ കരം നിന്റെ നാവിനെ തൊടും. എൻ്റെ കരം നിന്റെ നാവിനെ തൊട്ട് കഴിയുമ്പോൾ പിന്നെ പുറപ്പെടുന്ന നിന്റെ വാക്കല്ല, എൻ്റെ വാക്കായിരിക്കും. സ്വത്രം പറഞ്ഞു തുടങ്ങിക്കോണം. നമ്മുടെ നാവിൽ നിന്നും അധരങ്ങളിൽ നിന്നും അടർന്നു വീണ പല വാക്കുകളും പലർക്കും വേദനയായി പോയി. എന്നാൽ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഈ 2-ാം ദിവസം എൻ്റെ നാവിനെ ഒന്ന് തൊടണമേ എന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഹല്ലേലൂയ, നാവിനെ ദൈവാത്മാവ് തൊടാൻ ആഗ്രഹിക്കുക. നമ്മുടെ നാവിനെ ദൈവം തൊട്ട് കഴിയുമ്പോൾ പിന്നെ പുറപ്പെടുന്നത് നമ്മുടെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാ. ഹല്ലേലൂയ. നമ്മുടെ വാക്ക് പലർക്കും വ്രണമായി പോയെങ്കിൽ, വേദനയായി പോയെങ്കിൽ, ദൈവം നിന്റെ അധരത്തെ തൊട്ട് കഴിയുമ്പോൾ പിന്നെ പുറപ്പെടുന്നത് നമ്മുടെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാ. ദൈവത്തിൻ്റെ വാക്ക് നാം പുറപ്പെടുമ്പോൾ പലർക്കതൊരു അത്ഭുതമായി മാറും, പലർക്കൊരു ആ വേദനയിൽ നിന്നും ഒരു വിമോചനമായി മാറും, പലർക്ക് അത്ഭുതമായി മാറും. പലരെ ആശ്വസിപ്പിക്കത്തക്ക നിലവാരങ്ങളിൽ ഒരു നാവാക്കി ദൈവം മാറ്റാൻ. റബല തുലമന ഹദല ഹത്തലം റൗഡം ബരം തമന ഗടഗദനയ വൈഡൽ കമന ഗരഗ ദുനിയ മനൽ കമന ജാനഗദര വൗഷ്യമന ഹംദരാദി. എന്നെ കൃപാവരങ്ങൾ ഏൽപ്പിച്ചത്, കർത്താവിനെ കൃപാവരങ്ങൾ ഏൽപ്പിച്ചത് 10-ാം ക്ലാസ്സിൽ
സ്വത്രം ഹാലിയ. പരീക്ഷ എഴുതി കഴിഞ്ഞ് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം കൃപാവരങ്ങളാൽ നിറച്ച്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എനിക്ക് 44 വയസ്സായി. ഹല്ലേലൂയ. ദൈവം കൃപാവരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഒരു വാക്യം തന്നാണ് എന്നെ ഏൽപ്പിച്ചത്. നീ അധമമായത് ഉപേക്ഷിച്ച് പറഞ്ഞേ ഉത്തമമായത് പ്രസ്താവിക്കാൻ തുടങ്ങിയാൽ നിന്റെ വായെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തിയുടെ കരം നിങ്ങളുടെ നാവിനെ തൊടാൻ. നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യന്റെ വായെ പോലെ അല്ല നിന്നെ ആക്കുന്നേ, യഹോവയുടെ വായെ പോലെ നിന്റെ വായെ ഞാൻ ആക്കും. വിക്കുള്ള നാവാണെന്ന് ഇനി നീ പറയരുത്. കട്ടിയുള്ള നാവാണെന്ന് ഇനി മോശെ നീ പറയരുത്. നിന്റെ വായെ ഞാൻ തൊട്ട് കഴിയുമ്പോൾ പിന്നെ പുറപ്പെടുന്നത് എൻ്റെ വാക്കാ. യോഗ്യതയില്ലെന്നാരും പറയല്ലേ. ദൈവകൃപ എൻ്റെ അധരത്തിൽ വന്നാൽ എങ്ങനെയാണെന്ന് പറയരുത്. ഇന്ന് അസാധാരണമായ ഒരു ദൈവകൃപയും അസാധാരണമായ ഒരു ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും നിന്റെ വായെ. ദൈവാത്മാവ് തൊടുമെന്ന് പറയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. മോശയുടെ നാവിനെ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ സ്വത്രം അവൻ പോയത് എങ്ങോട്ടാണെന്നറിയാവോ? 4 ഭിത്തിക്കുള്ളിൽ അവൻ്റെ ശുശ്രൂഷ ഒതുങ്ങിയില്ല. അവൻ എങ്ങോട്ടാ പോയേ? 430 വർഷക്കാലം ഇസ്രായേൽ മക്കൾ കഠിനമായ കരത്തില. ആ കരത്തെ ഖണ്ഡിക്കേണ്ടതിന് സ്വത്രം ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിലേക്കാ പോയെ. എന്തോ ഒന്ന് പറഞ്ഞേ. ഫറവോന്റെ കൊട്ടാരം. ഈ ഫറവോന്റെ കൊട്ടാരം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സ്വത്രം ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതിങ്ങനെ വെറും കൊട്ടാരമല്ല. അവിടെ വെറും കൊട്ടാരമല്ല, പിന്നെ മന്ത്രവാദികളുള്ള, ശകുനപാഠങ്ങളുള്ള, നേർച്ചകാഴ്ചകളുള്ള, ജ്യോത്സ്യങ്ങളുള്ള മന്ത്രത്തകിടുകൾ ആകാശമണ്ഡലങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തന്ത്രങ്ങൾ മനയുന്ന അന്ധകാര ശക്തിയുടെ നിവിടമായ ഉടമന ദേശത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് അഭിഷേകമുള്ള അധികാരത്തിന്റെ നിറവ് പ്രാപിച്ച മോശകല്ലെന്ന് മനസ്സിലാകുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചോണം. നീ പോകുന്ന മണ്ഡലം ഉടരമന ഹന്തര ഹൽക്കന എളുപ്പമുള്ള മണ്ഡലമല്ല. ശത്രുവിന്റെ ആധിപത്യമുള്ള സ്ഥലം, അന്യായ ആരാധന നടക്കുന്ന സ്ഥലം, ദേശാന്തര ശക്തികളുള്ള സ്ഥലം. എന്നാൽ ദൈവകൃപയുടെ വ്യാപാരത്താൽ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ അധരത്തിലുള്ള അധികാരം, നിന്റെ അധരത്തിലുള്ള അധികാരം, നീ പ്രാപിച്ച ദൈവകൃപ, നിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകം. ആ അധികാരമായി ഇന്ന് പകൽ വെളിപ്പെടണ്ട കേട്ടോ. കുഞ്ഞുങ്ങളുടെ മേൽ അത് വെളിപ്പെടുകയാ. ഉടറമന സഹോദരന്മാരുടെ ഇടയിൽ ആ ദൈവശക്തിയുടെ വെളിപ്പാട്. ഉടറമന ഹന്തര വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞ് ശക്തിയോടെ ആരാധിച്ചോണം. വെറും സ്ഥലത്തോട്ടല്ല മോശ പോയേ. അന്ധകാര നിമിടമായ ജ്യോത്സ്യങ്ങളുള്ള, മന്ത്രവാദികളുള്ള, മന്ത്രങ്ങൾ നടക്കുന്ന, നേർച്ചകൾ നടക്കുന്ന സ്ഥലത്തേക്കാണ് അധികാരത്തിന്റെ ഉടമന ഹംദരാജകനെ ശക്തി പ്രാപിച്ച. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. റോഖ ലസിക ബന ഹംദര ഹർക മനാധിഗന ഘടക ശംദര. ദൈവകൃപ വ്യാപരിക്കട്ടെ. നീ വസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വെറും ഈസിയായ സ്ഥലമല്ല. അന്ധകാര ശക്തിയും ദേശാന്തര ശക്തിയും ഉടകമന ഹന്തര ദേവി ദേവന്മാരുടെ ശക്തികളും എന്ന നീ പ്രാപിച്ച ദൈവകൃപയുടെ വ്യാപാരം. ചൂടമാന ഭൗഷ്യമാന രംധമാന ജൂഡബൽക്കമാന ജാനധാര ജാന ഉടക മനക രഗത അദുര ഘടക മനക രഗത നഗര ബൗഡ മനക ശംധര. ഈ ആരാധന ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഉടമന അത് ഞാൻ ആത്മാവിൽ കാണുകയാണ്.
ഹല്ലേലൂയ, നീ ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിലേക്ക് ഉടമന ഹംദര ചില ദേശാന്തര ശക്തികളെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ത്തിന്റെ ശക്തി എന്ന കൃപ പ്രാപിച്ച മോശേ, നീ ഭയപ്പെടേണ്ട, ഒരധികാരത്തിന്റെ കൈമാറ്റം. ആ അധികാരമായി ഇന്ന് പകൽ പ്രാപിക്കണ്ടേ, കേട്ടോ. നിന്നെ ഭയപ്പെടുത്തുന്ന പോരുകൾ അണിയറയിൽ നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ ആരാധനയ്ക്കെതിരെ, നിന്റെ സ്തോത്രത്തിനെതിരെ, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ, നിന്റെ ആത്മീക മണ്ഡലങ്ങൾക്കെതിരെ എത്ര നേർച്ച കാഴ്ചകളാ പറഞ്ഞു നിൽക്കുന്നേ. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ. നീ പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിയും നിന്റെ അധരത്തിൽ പകർന്ന അധികാരത്തിന്റെ വാക്കുകളും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ദൈവശക്തി പകരുകയാ. വിശ്വസിക്ക്, ഇന്ന് പകലിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. അവൻ ചെന്നിട്ട് എന്താ പറഞ്ഞേ? ഈ ജനത്തെ വിട്ടയക്കാം. ഈ ജനത്തെ വിട്ടയക്കാം. എവിടുന്ന ഇത്ര അധികാരം കിട്ടിയേ? മോശേ, അടുത്ത നിമിഷം നിന്റെ തല സ്വത്രം കാണത്തില്ലെന്നറിയാമോ? സ്വത്രം നിന്റെ തല വെട്ടുവോ? ഹല്ലേലൂയ. അവൻ ഒന്നേ പറയത്തുള്ളൂ, വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും ദൈവം തന്ന ദൂത്, അത് രാജാവാണെങ്കിലും മുഖത്ത് നോക്കി പറയാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. ദൈവം തന്ന ആലോചന മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു പറ്റം ജനത്തെ ദൈവത്തിനാവശ്യം. ഹല്ലേലൂയ. നമുക്കറിയാം 10 ബാധയൊക്കെ ദൈവം അയച്ചു. അവിടുന്ന് ഒരു പുറപ്പാട് 1-2 വർഷത്തെ അല്ല, 430 വർഷത്തെ കഠിനമായ കരത്തെ കണ്ണിച്ചുകൊണ്ട് മോശ നേതൃത്വം കൊടുത്തുകൊണ്ട് ദൈവമക്കളെ പുറത്തു കൊണ്ടുവരികയാണ്. ആദ്യം മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സ്വതന്ത്രം സ്ത്രീകളും കുഞ്ഞുങ്ങളും പൊക്കോ. സ്വതന്ത്രം കണ്ടോ, സ്ത്രീകളും കുഞ്ഞുങ്ങളും പൊക്കോ. ഇന്ന് പകൽ ശക്തമായി പ്രാർത്ഥിച്ചോണം. ചില കുടുംബത്തിൽ നിന്ന് ചിലരെ തടഞ്ഞു വെച്ചിരിക്കുക ശത്രു. ഹല്ലേലൂയ. എന്തിന്? ആരാധിക്കാൻ വിടാതെ. ഇപ്പൊ ഫറവോൻ പറയാ, സ്ത്രീകളും കുഞ്ഞുങ്ങളും പൊക്കോ, പുരുഷന്മാർ ഇവിടെ നിൽക്കട്ടെ. എന്തിനാ പുരുഷന്മാർ നിൽക്കുന്നത്? അവരെ വിടാതെ ആരാധിക്കാൻ വിടാതെ, വാഗ്ദത്ത ദേശത്ത് കടക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കുന്ന ചില ഫറവോന്റെ വ്യാപാരം. ദൈവസഭയോട് പരിശുദ്ധാത്മാവിൽ ഒരാലോചനയായി ദൂതായി പറയുന്നു. ഇന്ന് പകൽ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ചില കുടുംബങ്ങളെ ചിലരെ അടർത്തിയെടുക്കുവാൻ അറിയാം, പിശാചിന്റെ തന്ത്രങ്ങളിലേക്ക്, പിശാചിന്റെ കരങ്ങളിലേക്ക് മുറുകെ പിടിക്കുന്ന ചില ഫറവോന്റെ വ്യാപാര ശക്തികൾ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. അറിയാം, മോശ പറഞ്ഞത് ഇങ്ങനെ, ഞാനും എൻ്റെ കുടുംബവുമോ, ആ യോശുവയോടൊപ്പം പറയുക, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഫറവോനെ ഹല്ലേലൂയ, സ്ത്രീകളും കുഞ്ഞുങ്ങളും അല്ല, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഞങ്ങൾ കുടുംബങ്ങളായേ പോകൂ. ഇന്ന് പകൽ ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവസഭയുടെ ചില അംഗങ്ങളെ തടഞ്ഞു വെച്ച് പിശാച് ആരാധിപ്പിക്കാൻ വിടാതെ, സ്തോത്രം പറയാൻ വിടാതെ, പ്രാർത്ഥിപ്പിക്കാൻ വിടാതെ തടയുന്ന ചില ഫറവോന്യ വ്യാപാര ശക്തികളെ ഈ 2ാം ദിവസം അഴിച്ചു മാറ്റി ഒരു ദൈവപ്രവൃത്തിയായി വെളിപ്പെടുവാൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന ചിലരെ അടർത്തിയെടുത്ത ആലയത്തിലേക്ക് കൊണ്ടുവരത്തക്ക നിലവാരങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയായി ശക്തമായി ചിലരെ വിടത്തില്ല, ആത്മീക മണ്ഡലത്തിലോട്ട് വിടത്തില്ല, പ്രാർത്ഥിക്കാൻ വിടത്തില്ല. സ്വത്രം പ്രാർത്ഥിപ്പിക്കുന്നതിന് തടസ്സമാ, ആരാധിപ്പിക്കുന്നതിന് തടസ്സമാ ചില വ്യക്തികൾ. എന്നാൽ ഇന്ന് പകൽ ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർ ആലയത്തിലേക്ക് വരാൻ പോവാ.
ഓ, നല്ലൊരു സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോണം. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസം ചിലരെ അടർത്തിയെടുത്ത് നിൽക്കുന്ന പകലാണെന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന എത്ര ദൈവമക്കൾ ഇവണ്ട് ഇവിടെ. കുടുംബങ്ങളായി ആരാധനയ്ക്ക് വരണം. മോശ പറഞ്ഞു, പുരുഷന്മാർ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. അറിയ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ഞങ്ങൾ പോകത്തുമില്ല. ഞങ്ങൾ പോകുന്നെങ്കിൽ ഞങ്ങൾ വാഗ്ദത്ത ദേശത്തിലേക്ക് കാലൂന്നി വെക്കുമ്പോൾ ഞങ്ങൾ കുടുംബങ്ങളായി. ഓ, മനസ്സിലായ ദൂത് മനസ്സിലായോ? ഞങ്ങൾ കുടുംബങ്ങളായ പോകൂ. അതുകൊണ്ട് അത് തടയാൻ നോക്കരുത്. ഞങ്ങളെ ഫറവോന്യ വ്യാപാര ശക്തികളെ ഖണ്ഡിച്ചുകൊണ്ട് അത് ദൈവത്തെ ആരാധിക്കുവാനായി മോശ മുഖാന്തരം. ഞാൻ പറഞ്ഞു വരുന്നത്, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. എങ്ങനെ മോശയോട് കൂടെ ഇരുന്നേ? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവർ വരികയാ. മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനും കൂട്ടരും, ഇരു സൈഡിൽ പർവ്വതനിര. സ്വന്തം 4 വഴികളും അടയപ്പെട്ടു. ആർക്കാ? ഇസ്രായേൽ മക്കൾക്ക്. എന്തിന് വന്നപ്പം? ആരാധിക്കാൻ വന്നപ്പം. ആരാധിക്കാൻ വരുമ്പോഴാ പ്രശ്നം. ആരാധിച്ചില്ല ഒരു കുഴപ്പമില്ല. ആത്മീക മണ്ഡലങ്ങളിൽ നീ ശക്തിയോടെ, വീറോടെ, വാശിയോടെ നീ നിൽക്കുമ്പോഴാ പ്രതിസന്ധികൾ കൂടുന്നത്. എന്നാൽ കുഞ്ഞെ, ആ പ്രതിസന്ധികൾ അല്പനിമിഷത്തേക്കേ ഉള്ളൂ കേട്ടോ. അല്പനിമിഷത്തേക്കേ ഉള്ളൂ. ഉടകമന ഹന്തര അല്പനിമിഷത്തേക്കേ ഉള്ളൂ. ആരാധിക്കാൻ വരുമ്പോഴാ പ്രശ്നം. ഹാലേലൂയ. സ്തോത്രം പറയുമ്പോഴാ കൂടുതൽ പ്രശ്നം. എന്നാൽ അത് അല്പനിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ശ്രദ്ധിച്ചേ, മുൻപിലത്തെ വഴി അടഞ്ഞു, പുറകിലത്തെ വഴി അടഞ്ഞു, ഇരു സൈഡിൽ പർവ്വതനിര. ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്വന്തം 4 പ്രാവശ്യം സൗദി അറേബ്യയിൽ പോയിട്ടുണ്ട്. 4 പ്രാവശ്യവും ഈ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ എനിക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനും കൂട്ടരും, ഇരു സൈഡിൽ പർവ്വതനിര. 4 വഴികളും അടച്ചുകൊണ്ട് സ്വത്രം പിശാച് ചോദിച്ചു, ഇനി എങ്ങനെ പോകും? ഇനി എങ്ങനെ പോകും? 4 വഴികളും അടഞ്ഞല്ലോ. 4 വഴികളും അടഞ്ഞല്ലോ, ഇനി എങ്ങനെ പോകും? 4 വഴികളും ശത്രു അടച്ചു. സ്വത്രം. ഇസ്രായേൽ മക്കളെല്ലാം മോശയുടെ മുഖത്തേക്ക് നോക്കി, മോശേ, അവിടെ അങ്ങും ശവക്കുഴി ഇല്ലാത്തത് കൊണ്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സ്വത്രം. ഈ ഉപ്പുവെള്ളം കുടിച്ച് സ്വത്രം ഞങ്ങൾ മരിക്കാനാണോ ഞങ്ങളെ കൊണ്ടുവന്നേ? എല്ലാവരും മോശയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, ഇനി പുറപ്പാട് പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും അത് കിടപ്പുണ്ട്, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാൻ കാരണം സമയം നമ്മുടെ മുൻപിൽ അധികമില്ലാത്തത് കൊണ്ടും ഞാൻ എടുത്തിരിക്കുന്ന വിഷയം പൂർത്തീകരിക്കേണ്ടതുണ്ടായതുകൊണ്ടും വളരെ വേഗത്തിലാണ് ഞാൻ സ്വത്രം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണേ. സ്വത്രം. മോശയുടെ മുഖത്തേക്ക് നോക്കി, മോശ, അവിടെ അങ്ങ് ശവക്കുഴി ഇല്ലാത്തത് കൊണ്ടാണോ നീ ഞങ്ങളെ ഇവിടോട്ട് കൊണ്ടുവന്നേ? കണ്ടോ, എല്ലാവരും മോശയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മോശ ഒരു കാര്യം ചെയ്തു. വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ മുഖത്തേക്ക്. പ്രതിസന്ധികൾ വരുമ്പോൾ നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോൾ നോക്കേണ്ട ഒരു സ്ഥലമുണ്ട്. എന്നെ അധികാരം തന്ന് പുറത്തു കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ വിമോചിച്ച് കൊണ്ടുവരാൻ ദൈവമാണ് എന്നെ പുറപ്പെടുവിച്ചെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് മോശ നോക്കിയപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. ഇന്ന് പകൽ നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങിയാൽ ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. എൻ്റെ മുൻപിലായിരിക്കുന്ന ദൈവമക്കളെ എത്ര പ്രാവശ്യം ദൈവം നമ്മോട് സംസാരിച്ചില്ലേ? എത്ര പ്രാവശ്യം ദൈവമക്കളെ നമ്മോട് ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം മോശയോട് ഇടപെട്ടു. സ്വത്രം. പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ സ്വത്രം ഒരു 5 കൂട്ടം കാര്യങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് പറഞ്ഞു. നമ്പർ 1, ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടണ്ട. കണ്ടോ, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ. നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടോ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നാളെയല്ല, ഇന്ന് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളും. ആ 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന ദൈവമക്കളോട് ദൂരായി കൈമാറുന്നു. ഒന്ന്, ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ. ദൈവം ഇന്ന്, നാളെയല്ല, തലേന്നല്ല, ഇന്ന്,
ടുഡേ മിറക്കിൾ. ഇന്ന് ദൈവം ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിരവധി അനവധി വിഷയങ്ങൾ കൊണ്ടാണ് നീ ആലയത്തിൽ വന്നേക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു അതിനൊക്കെ മറുപടി തരാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ ചലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്തോത്രം ചെയ്ത ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഇനി എല്ലാരും പറയണം ഇനി 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 എന്റെ കൂടെ വാ. ഇനി ഒരു നാളും കാണുകയില്ല. നിന്നെ മാനസികമായി പീഡിപ്പിച്ച, നിന്നെ ഭൗതികമായി പീഡിപ്പിച്ച, നിന്നെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന ചില മിശ്രമ്യ ശക്തികൾ ഇനി കാണില്ല. ഇനി അത് കാണില്ല. ഇനി അത് കാണില്ല. വിശ്വാസ കണ്ണാൽ കാണുക. ഇനി അത് കാണില്ല. നാളിതുവരെ നിന്നെ ഉപദ്രവിച്ച, നാളിതുവരെ നിന്ദകളാക്കിയ, നാളിതുവരെ അപമാനിച്ച, ഇനി കാണില്ല. ഇനി ഒരു നാളും ആ പദത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്വതന്ത്രം. ഇന്ന് ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. അന്യന്റെ കണ്ണുകൊണ്ടല്ല, നമ്മുടെ കണ്ണുകൊണ്ട്. പറഞ്ഞേ, എന്റെ കണ്ണുകൊണ്ട് പറ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവിക നിയോഗത്തിന്റെ കരം വ്യാപരിച്ച് കാണേണ്ട നന്മകൾ കാണാൻ കഴിയാതെ, ഉയർച്ചയുടെ മണ്ഡലങ്ങളിലേക്ക് പോകാൻ കഴിയാതെ, എത്തിപ്പിടിക്കാൻ പരുവത്തിന് നിൽക്കുന്ന ചില നന്മയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഇരുളടഞ്ഞ ചില മണ്ഡലമാക്കുന്ന ശത്രുവിന്റെ അടിവേരുകളെ ഇന്നുപകലെ ശക്തമായി ശാസിച്ചുകൊണ്ട് ഞാൻ ചിലത് കാണാൻ പോകുന്നു. ഞാൻ ചിലത് കാണും. റോക്കോ മാസ കാല മാന ചൂടാ ലാവ രാഖ മാന ഹതകം ബരകം ധുമനം ഘടകം ബരകം ധമനം ചുരകം ദലകം ദരകം ദരകം വേരം പ്രൗഢം വനകം ദലകം ദരകം ദരകം. യെസ് യെസ് യെസ്. ദൈവ കൃപ, ദൈവ കൃപ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. എന്നെ കാണുന്നേ ആ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കാണും. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഇനി ഒരു നാളും, ഒരാഴ്ച കഴിഞ്ഞ് കാണത്തില്ലെന്നല്ല, ഒരു നാളും കാണില്ല. അടുത്തത് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാലാമത്തെ കാര്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അടുത്തത് നിങ്ങൾ പലപ്പോഴും നാം മിണ്ടുന്നോണ്ടാ സ്വതം ദൈവപ്രവൃത്തി നടക്കാത്ത. സ്വോത്രം പോയ പോക്കേ വഴി തുറക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്വോത്രം ഹല്ലേലൂയ. പലപ്പോഴും നാം മിണ്ടുന്നത് കൊണ്ടാണ് പല ദൈവപ്രവൃത്തിയും നടക്കാത്ത. ചെങ്കടന്റെ മുൻപിൽ വന്ന് എന്തിനാ വെറുതെ പിറുപിറുക്കുന്നേ? ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ യുദ്ധം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അടുത്തത് നിങ്ങൾ കാണുന്നത് ഒരു ജയമായിരിക്കും. അടുത്തത് നിങ്ങൾ കാണുന്ന ഒരു അനുഗ്രഹമായിരിക്കും. കാരണം ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ ചിലതൊക്കെ സംഭവിക്കും. ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ ആ റബാശാന്തര മുൻപിലുള്ള പ്രതിസന്ധികൾ മാറിയിരിക്കും. നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് ആരാണെന്നറിയാവോ? നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് ആരാണെന്നറിയാവോ? ദൈവം. സ്വത്രം. വേറൊരു വചനത്തിൽ ഇങ്ങനെ, പിശാച് അലറുന്ന സിംഹമെന്ന പോലെ. എന്തോ? അലറുന്ന സിംഹമെന്ന പോലെ. പോലെ എന്ന് പറയുമ്പം ഉണ്ടോ? പോലെ
എന്നാൽ നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് ഉണ്ടോ? പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാം. ഇവിടെ വന്നിട്ടുണ്ട്, നോക്കുക, തിരഞ്ഞു ചുറ്റി നടക്കുക, കണ്ടോ? ആരെ വിഴുങ്ങേണ്ടു എന്നറിയാൻ. അത് റിയൽ സിംഹമാണോ? പിശാച് സിംഹം എന്ന പോലെ. എന്നാൽ നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് ആരാണെന്നറിയോ? ദാവീദ് ഗോത്രത്തിലെ സിംഹം. നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് ദാവീദ് ഗോത്രത്തിലെ സിംഹമാണെന്ന് പറയുമ്പോൾ, പിശാച് സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്നറിയാൻ കഴിയാതെ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ഭാഗത്തിറങ്ങി വരുന്നവൻ, അവനാണ് യഥാർത്ഥ സിംഹം, ദാവീദ് ഗോത്രത്തിലെ സിംഹം. നിന്റെ വിഷയങ്ങളെ, കുഞ്ഞെ, നിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ, മാതാവേ, സഹോദരി, സഹോദരൻ, നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അഞ്ചു കൂട്ടം കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അഞ്ചു കൂട്ടം കാര്യങ്ങളെ പറഞ്ഞപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി എവിടാ? 4 വഴികളും പ്രതികൂലമായപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി 5ാമതൊരു വഴി തുറക്കാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? 4 വഴികളും അടച്ചു കളഞ്ഞ സ്ഥാനത്ത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ 5ാമതൊരു വഴി, പറഞ്ഞേ, 5ാമതൊരു വഴി, 5ാമതൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. 4 വഴികളും പ്രതികൂലമാക്കിയ ശത്രു ഹല്ലേലൂയ നോക്കി കാണുമ്പോൾ, ഹല്ലേലൂയ, 5ാമതൊരു വഴി. എത്ര വഴി? 5ാമതൊരു വഴി. 5ാമതൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. ശ്രദ്ധിക്കണേ, 5ാമതൊരു വഴി എവിടാ തുറന്നേ? ആദ്യം കണ്ട പ്രതിസന്ധി ഏതാണോ അതിനെ ദൈവം വെട്ടു. 2ാമത്തെ പ്രതിസന്ധിയെ വെട്ടില്ല, 3, 4 പ്രതിസന്ധിയെ വെട്ടില്ല. ആദ്യം കണ്ട എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയിൽ ആദ്യം വെളിപ്പെട്ടത് ഏതാ? ചെങ്കടല. അതിനെ ആ കർത്താവ് വെട്ടുന്നേ. ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് പറയാ, ആദ്യം കണ്ട പ്രതിസന്ധി ഏതാണോ അതൊരു പക്ഷെ നിന്മയായിരിക്കാം, ഒരു പക്ഷെ കടഭാരമായിരിക്കാം, ഒരു പക്ഷെ രോഗമായി, അതിനെ ദൈവം വെട്ടാൻ പോകുകയാ. ആദ്യം കണ്ട പ്രതിസന്ധി ചെങ്കടലാണെങ്കിൽ അതിനെ ദൈവം വെട്ടും, 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 വെട്ടും. അതിനെ ദൈവം വെട്ടി. ഹോബയായ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് കടലിനെ പിൻവാങ്ങി ചുണങ്ങിയ നിലമാക്കി, ഉണങ്ങിയ നിലമാക്കി. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ 5ാമതൊരു വഴി ദൈവം തുറന്നു കൊടുത്തതാ. ഹോബിയായ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു, കടലിനെ പിൻവാങ്ങി ചുണങ്ങിയ നിലമാക്കി. ഇപ്പുറത്തെ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ സ്വത്രം വെള്ളം കൊണ്ട് മതിൽ നിർമ്മിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇപ്പുറത്തെ വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ ഒരു ചിറ പോലെ വെള്ളം കൊണ്ട് മതിൽ കൽപ്പിച്ച കർത്താവ്. ഇസ്രായേൽ മക്കളെ എങ്ങനെ പുറപ്പെടുവിച്ചേ? ഭക്തൻ ഇങ്ങനെ പാടി, ചെങ്കടൽ കൂടെ ചെങ്കൽ പാത ഒരുക്കി അവരെ അക്കരെ നടത്തി. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന, യഹോവയായ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. കണ്ടോ, ഉണങ്ങിയ നിലമാക്കി. എന്തുകൊണ്ടാ ഉണങ്ങിയ നിലമാക്കിയേ? എന്തുകൊണ്ടാണ് ഉണങ്ങിയ നിലമാക്കിയേ? ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ രസകരമാകുന്ന ഒരു കാര്യമാണ് എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. സ്വത്രം ഉണങ്ങിയ നിലമാക്കി ദൈവം എല്ലാവരെയും അക്കരെ കടത്തി. സ്വത്രം ചതിപ്പുള്ള നിലമാണെങ്കിൽ സ്വത്രം ഒരെണ്ണം അക്കരെ കയറത്തില്ല. കാരണം എന്നാ? സ്വത്രം തെന്നി പോന്നല്ല. ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന ജോലിയല്ലേ. സ്വത്രം ഇവിടെയും കുഴയ്ക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയും ചെളിയുള്ള സന്ദർഭത്തിൽ കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കാൻ അവർ മടിക്കാത്ത കൂട്ടരാണ്. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഉണങ്ങിയ നിലമാക്കി. ഒന്നും അക്കരെ കയറത്തില്ല. ഇങ്ങനെ കർത്താവിനോട് പറയും, കർത്താവേ അവിടെ
സ്വത്രം ഫറവോന്റെ അടിയിടിയങ്ങളിൽ കൊള്ളവാണെന്നു. പക്ഷെ നീ എന്തൊരു നല്ല ദൈവമാ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം ചതുപ്പ് നിലം ഉണ്ടാക്കി നല്ല ഇഷ്ടിക ഉണ്ടാക്കാൻ പരുവത്തിന് നീ ആക്കി തീർത്ത മഹാദൈവത്തിന് സ്വത്രം ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ ഒരെണ്ണം എങ്ങോട്ട് കയറത്തില്ല, എങ്ങോട്ട് കയറത്തില്ല, അക്കരെ കയറത്തില്ല. അതുകൊണ്ടായിരിക്കാം ദൈവം ഉണങ്ങിയ നിലമാക്കി അക്കരെ നടത്തി. ഇനി ശ്രദ്ധിക്കണേ, സ്വത്ര അഞ്ചാമതൊരു വഴി തുറന്ന ആ വഴിക്ക് 3 പ്രത്യേകതകളുണ്ട് ഞാൻ പഠിച്ചപ്പോൾ. ഒന്ന്, ഇത് ഭൂപടത്തിൽ കാണാൻ കഴിയാത്ത വഴി. ഞാൻ BA വേൾഡ് ഹിസ്റ്ററി പഠിച്ചു. സ്വത്രം ഈ വഴി അവിടെ കണ്ടില്ല. കാരണം നമ്മുടെ 10 NH നിരത്തി വെക്കുന്ന അത്ര ഉണ്ട് സ്വത്രം ആ വഴി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്പർ 1, ഭൂപടത്തിൽ കാണാൻ കഴിയാത്ത വഴി. വേൾഡ് മാപ്പിൽ കാണാൻ കഴിയാത്ത വഴി. സ്വത്രം ഇവിടുത്തെ കൊച്ചുപാതയും സ്വത്രം നമ്മുടെ തിരുവനന്തപുരത്തെ മാപ്പിനകത്ത് കാണും. കാരണം സ്വത്രം ഹല്ലേലൂയ ഇവിടുത്തെ കൊച്ചു വഴികളൊക്കെ. എന്നാൽ ആ ബൃഹത്തായ വഴി വേൾഡ് മാപ്പിൽ കാണില്ല. ഹല്ലേലൂയ. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സ്വത്രം ഹല്ലേലൂയ എന്താ അവിടെ കാണാഞ്ഞേ, എന്താ വഴി അവിടെ കാണാഞ്ഞേ? കാരണം ഒന്നേ ഉള്ളൂ, ഇത് മനുഷ്യർ വെട്ടിയ വഴിയല്ല, ദൈവം തുറന്ന വഴിയാ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? മനുഷ്യർ വെട്ടിയ ഒരു കൊച്ചുപാതയും ഭൂപടത്തിൽ കാണാം, എന്നാൽ ഭൂപടത്തിൽ കാണാൻ കഴിയാത്ത ഏക വഴി അന്ന് ദൈവ മക്കൾക്ക് വേണ്ടി അന്ന് തുറന്ന വഴി. ഇത് മനുഷ്യർ വെട്ടിയ വഴിയല്ല, ദൈവം തുറന്ന വഴിയാ. ദൈവം തുറക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമോ? വചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സ്വത്രം ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി തുറക്കുന്ന നന്മ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ഹൃദയവും അറിഞ്ഞിട്ടില്ല, ഒരു ചെവിയും. അങ്ങനെയാണ് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനുഷ്യർ വെട്ടിയ വഴിയല്ല, ഇത് ദൈവം തുറന്ന വഴിയാ. രണ്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമുള്ള വഴിയായിരുന്നു. ശരിയല്ലേ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രമുള്ള വഴി. ദൈവം തുറക്കുന്ന വഴി നമുക്ക് വേണ്ടി മാത്രമുള്ളതായി. ദൈവം തുറക്കുന്ന വഴി നമ്മുടെ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ദൈവം തുറക്കുന്ന വഴി നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. ശത്രു അതിൽ കരം നീട്ടിയാൽ കർത്താവ് അതിനെ ഖണ്ഡിക്കും. നിനക്ക് വേണ്ടി പാത ഒരുക്കിയ കർത്താവ്. അതിലെ രണ്ടാമത്തെ പ്രത്യേകത നിനക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. സ്വത്രം നമ്മുടെ വഴിയിൽ ശത്രു കയറി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ സ്വത്രം നമ്മുടെ വഴിയെ സ്വത്രം നമുക്ക് വേണ്ടി മാത്രമുള്ളതായി, നമുക്ക് വേണ്ടി മാത്രം. മൂന്നാമത്തെ സ്വത്രം പ്രത്യേകത ശത്രു സൈന്യത്തെ നിഗ്രഹിച്ച വഴി. ഒരു കുളമ്പ് പോലും ശേഷിച്ചില്ല. സ്വത്രം ഈ വഴിയിലൂടെ അക്കരെ കടത്തപ്പെട്ട മിരിയാമിന് അടങ്ങിയിരിക്കാൻ കഴിയുമോ? ഞാൻ സ്തോത്രം പറഞ്ഞ് പറയിപ്പിക്കുന്ന സ്തോത്രത്തിന് വിലയില്ല. സ്തോത്രം അനുഭവിച്ചെങ്കിൽ മാത്രം. കണ്ട് അവൾ എന്ത് കണ്ട്? മിരിയാം 4 വഴികളും പ്രതികൂലമാകുന്നത് കണ്ടതാ. ഇസ്രായേൽ മക്കൾ മോശയോട് കയർക്കുന്നത് അവൾ കണ്ടതാ. മോശ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതാ. മോശ ദൈവത്തോട് സംസാരിക്കുന്ന ദൈവം അവനോട് സംസാരിക്കുന്നതും 5 കൂട്ടം കാര്യങ്ങളെ പറയുന്നതും അവൾ കേട്ടതാ. ഹലോ, കണ്ടതും കേട്ടതും ദൈവം തുറന്ന വഴിയിലൂടെ അക്കരെ കടത്തത് അവൾ അനുഭവിച്ചതാ. കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യമോർത്ത് കഴിഞ്ഞപ്പോൾ മിരിയാമിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. തപ്പെടുത്ത് സ്തോത്രം പറഞ്ഞോ, തപ്പെടുത്ത്. ഹല്ലേലൂയ. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുള്ളെങ്കിൽ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി കേട്ടോ. ഉപകാരമല്ലാതെ അനർത്ഥമൊന്നും സംഭവിപ്പിക്കാത്ത ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ഇന്ന് പകലിൽ നടത്തിയ വിധങ്ങൾ ഓർത്താ തപ്പെടുക്കാതിരിക്കാൻ പറ്റുമോ? ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ തപ്പെടുത്ത് അവൾ നൃത്തം ചെയ്തു കേട്ടോ. നൃത്തം ചെയ്ത്
എൻ്റെ ദൈവമക്കളെ, യഥാർത്ഥ നൃത്തമൊക്കെ കാണണമെങ്കിൽ തമിഴ്നാട് വിട്ട് ചെന്നൈയിലോട്ടൊക്കെ പോകണം. നൃത്തം ചെയ്ത് ആണ്ടവരേ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗം ഇറങ്ങി വരിക. ഹല്ലേലൂയ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കണം. സ്തോത്രം സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആരാധനയല്ല. ഹല്ലേലൂയ നൃത്തം ചെയ്ത് ആരാധിക്കാനുള്ള ഒരവസരം ദൈവം നമുക്ക് തരുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം കേട്ടോ. നൃത്തം ചെയ്ത് ആരാധിച്ചോണം. എൻ്റെ 36-ാമത്തെ വയസ്സിൽ സ്തോത്രം വൈദ്യശാസ്ത്രം വിധി എഴുതി. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അധികം സംസാരിക്കരുത്, അധികം യാത്ര ചെയ്യരുത്, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഇറങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് എൻ്റെ ലെൻസിനകത്ത് 7 മുഴ ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് സ്തോത്രം ഹല്ലേലൂയ ഇന്നും നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാ. എന്നെ സൗഖ്യമാക്കിയത് ഒറ്റ രാത്രി കൊണ്ടാണ് കേട്ടോ. എന്നെ സൗഖ്യമാക്കിയത് ഒറ്റ രാത്രി കൊണ്ട്. തലേ ദിവസം CT സ്കാൻ റിപ്പോർട്ടിൽ സ്വത്രം മുഴയുടെ വലിപ്പവും ഫിലിമും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് നോക്കി. ഫിലിമിലും റിപ്പോർട്ടിലും എന്നെയും നോക്കി. ഇത്രയും ആരോഗ്യവാനായ ഒരു മനുഷ്യന് ഇത്രയും രോഗം വന്നല്ലോ എന്ന് കരുതി. അന്ന് രാത്രിയിൽ ഞാൻ ദൈവസന്നിധി നിലവിളിച്ചു, കർത്താവേ, ദൈവം എന്നെ സൗഖ്യമാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. ദൈവം എന്നെ സൗഖ്യമാക്കുന്നുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. അല്ല, നിന്റെ ഹിതമാണെങ്കിൽ ഈ 36-ാമത്തെ വയസ്സിൽ എനിക്ക് മരിക്കുന്നതിൽ പേടിയില്ല കർത്താവേ. സ്തോത്രം. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ സെൻട്രൽ പാസ്റ്ററിന്റെ മകളാണെന്ന് പറഞ്ഞു. സ്തോത്രം. സെൻട്രൽ പാസ്റ്ററിന്റെ മകളെക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാൻ കഴിയും ശക്തയായ ഒരു പ്രവാചകിയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ അസുഖമെന്നറിയത്തില്ല. സ്വതം നെഞ്ചിനകത്തൊരു വേദനയുണ്ട്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, സ്വതം സഹോദരിയോട് പറയണ്ട. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 മാസം പ്രഗ്നൻ്റാ. സ്വതം ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരിയോട് പറയണ്ട, നെഞ്ചിനകത്തൊരു വേദനയാണെന്ന് മാത്രം അറിയാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ദൈവം എന്നെ സൗഖ്യമാക്കിയത് ഒറ്റ രാത്രി കൊണ്ടാണ്. സ്വതം 11:45 റൂമിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. എൻ്റെ ലെൻസിനെ കർത്താവ് തൊട്ടു. ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഒന്ന് ഇടിച്ചു നോക്കി, യാതൊരു കുഴപ്പമില്ല. ഒന്ന് ഓടി നോക്കി, യാതൊരു കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെ ഡോക്ടറിൻ്റെ അടുക്കലോട്ട് ചെന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, എനിക്കൊരു സ്കാനൂടെ എടുക്കണം ഡോക്ടർ. സ്വത്രം. എന്തിനാ പാസേ 4000 രൂപ കളയുന്നേ? ഞാൻ പറഞ്ഞു, സ്വത്രം പൈസ ഉണ്ടായതുകൊണ്ടല്ല, ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് 4 ആൾ അറിയേണ്ടതിന്. CT സ്കാൻ എടുത്തപ്പോൾ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ കടന്നു വന്നു. തലേ ദിവസത്തെ സ്കാനിങ് റിപ്പോർട്ടും ഫിലിമും പുതിയ റിപ്പോർട്ടും ഫിലിമും ഡോക്ടർമാർ മാറി നോക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പഴയ റിപ്പോർട്ടിലും വലിയ ഫിലിമിലും പറഞ്ഞ മുഴയുടെ വലിപ്പവും പുതിയ റിപ്പോർട്ടിലും ഫിലിമിലും ഇല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഉടമന ഗിലെയാദിലെ നല്ല വൈദ്യനായ കർത്താവ് എന്റെ റൂമിലേക്ക് ഇറങ്ങി എന്റെ ലെൻസിനെ തൊട്ട് സൗഖ്യമാക്കിയ കർത്താവ് അനുഭവിച്ചത് കൊണ്ട് പറയുക, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ യാതൊരു മടിയില്ല. ഇന്ന് പകലിൽ നീ ആരാധിക്കുന്ന കർത്താവിനെ ശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. നൃത്തം ചെയ്ത് ആരാധിക്കണം. ആരാധനയിലൊട്ടും പിശുക്ക് കാണിക്കല്ലേ കേട്ടോ. നൃത്തം ചെയ്തവൾ ആത്മാവിൽ ആരാധിച്ചു കേട്ടോ. തപ്പെടുത്ത് നൃത്തം ചെയ്ത് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാകുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ ഹൃദയാന്തർഭാഗത്ത് തിങ്ങി വിങ്ങി വാക്കിലൂടെ പുറപ്പെട്ട് അവൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. സ്തോത്രം. അക്കരെ കടന്നു ജനം. സ്തോത്രം. ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്താ കൊടുത്തേ? മന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്ത്? ഇത് എന്ത്? ഇസ്രായേൽ മക്കൾ
സ്വതന്ത്രം മോശ മുഖാന്തരം പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരും. കൂടാരത്തിന് അല്പം തല ചായച്ചുകൊണ്ട് അവർ സ്വതന്ത്രം പുറത്തേക്ക് വന്നപ്പോൾ കർത്താവ് ഡീസൻ്റോട് കൂടിയാ മന്ന വർഷിപ്പിച്ചേ. ആദ്യം മഞ്ഞ് വർഷിപ്പിച്ചു, മഞ്ഞ് അതിൻ്റെ പുറത്തോട്ടാണ് മന്ന വീണേ. മന്ന ഇങ്ങനെ വീണപ്പോൾ അത് മഞ്ഞുകൊണ്ട് പൊതിഞ്ഞു. ഇനി വെയിലുദിച്ചപ്പോൾ സ്വതന്ത്രം മുകളിലത്തെ മഞ്ഞുരുകി. കണ്ടോ, മഞ്ഞുരുകിയപ്പോഴാണ് ശക്തന്മാരുടെ ആഹാരം, പറഞ്ഞേ, ശക്തന്മാരുടെ ആഹാരം അവർക്ക് ദൈവം കൊടുത്തു. ഇനി ശ്രദ്ധിക്കണേ, സ്വതന്ത്രം ഹല്ലേലൂയ. അവർ ഇട്ടിരുന്ന വസ്ത്രം ജീർണിച്ചു പോയില്ല, അവർ ഇട്ടിരുന്ന ചെരുപ്പ് പഴകിപ്പോയില്ല. ഇനി ശ്രദ്ധിച്ചേ, 5 വയസ്സിൽ യാത്ര ചെയ്യുന്ന മകൾ, ശ്രദ്ധിച്ചേ, 5 വയസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇട്ടിരുന്ന ഉടുപ്പ്. ഓക്കെ, സ്വാത്ര എത്ര വർഷം യാത്രയുണ്ട്? 4 വർഷമോ? 400 വർഷമോ? 40 വർഷം. ശ്രദ്ധിച്ചേ, 40 വർഷം എന്ന് പറഞ്ഞാൽ ഉടുപ്പ് മേടിക്കാൻ സ്വാത്രം കർത്താവ് പോയിരുന്നേ ഇവർക്ക് ഉടുപ്പ് മേടിക്കാനേ സമയമുള്ളായിരുന്നു. കർത്താവ് പറഞ്ഞ് ഇട്ടിരിക്കുന്ന ഉടുപ്പ് മതി. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നേ, 5 വയസ്സുള്ള ഒരു കുട്ടി ധരിച്ച ആ വസ്ത്രം അവൾ വളരും തോറും ആ ഉടുപ്പും വളർന്നു കാണും. എന്തൊരു ദൈവകൃപയാ! അവൾ ഇട്ടിരുന്ന ചെരുപ്പ്, കാരണം 5 വയസ്സിൽ ഇട്ടിരുന്ന ചെരുപ്പാണോ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്? അല്ല, സ്വതന്ത്രം കർത്താവ് പറഞ്ഞു കാണും, നിനക്കിത് മതി. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ശരീരം വളരും തോറും എന്തും വളർന്നു കാണും, ചെരുപ്പും വളർന്നു കാണും. ഒരു ഭാവനയാണ് ഞാൻ പറഞ്ഞേ. ഹല്ലേലൂയ. ശരീരം, കാലുകൾ വളരും തോറും എന്തും വളർന്നു കാണും, ചെരുപ്പും വളർന്നു കാണും. അവർ ഇട്ടിരുന്ന ചെരുപ്പ്, ഹല്ലേലൂയ, തേഞ്ഞു പോയില്ല. അവർ ഇട്ടിരുന്ന ഉടുപ്പ്. സ്തോത്രം. നമ്മൾ ഈ വർഷം എത്ര ചെരുപ്പാ വാങ്ങിയേ? ആരും മിണ്ടുന്നില്ല. എത്ര ജോഡി ഡ്രസ്സ് മേടിച്ച്? രാവിലെ ഇടുന്ന ഡ്രസ്സ് വൈകിട്ടിടുവോ? ഇല്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ അത് തന്നെ മതിയെന്ന് കർത്താവ് പറഞ്ഞു. കണ്ടോ, അത്ഭുതത്തിലൂടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായി. ഇനി വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ മാറയെ മധുരമാക്കി. നമുക്ക് ചരിത്രമെല്ലാം അറിയാം, ഇല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇപ്പൊ ഇറച്ചി വേണം. ആര് പറയാ? ഇസ്രായേൽ മക്കൾ പറയാ, ഞങ്ങൾക്ക് ഇപ്പൊ ഇറച്ചി വേണം. ഞങ്ങൾ ഇറച്ചി കലത്തിനരികിൽ ഇരുന്നവരാ. ചുമ്മാതാ. അവിടെങ്ങും സ്തോത്രം ഇറച്ചി പോയിട്ട് നല്ലൊരു ഭക്ഷണം പോലും ഇല്ലായിരുന്നു. പക്ഷെ മീൻ പഠിക്കുന്ന എന്തുവാ? ഞങ്ങൾ അവിടെ പറഞ്ഞ ഇറച്ചി കലത്തിനരികിലിരിക്കുന്നവരാ. ഞങ്ങൾക്ക് ഇപ്പൊ ഇറച്ചി വേണമെന്ന് ശാഠ്യം പിടിച്ച് മോശയോട് മോശ പറഞ്ഞു, കർത്താവേ, ഇത്ര എണ്ണത്തെ പോട്ടാൻ, ഇത്ര എണ്ണത്തിന് ഇറച്ചി കൊടുക്കാൻ ഞാൻ എത്ര കാളയെ വെട്ടും, ഞാൻ എത്ര മാടിനെ വെട്ടും, എനിക്ക് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ മോശയോട് പറഞ്ഞു, നോ കുഞ്ഞേ, വിളിച്ചവൻ ഞാനല്ലേ. ഞാൻ അവർക്ക് ഇറച്ചു കൊടുക്കാൻ പോകുകയാ. കടലിൽ നിന്നും കാടയെ ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടുമായി സഞ്ചരിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, എത്ര ഉയരത്തിലാ പറന്നു നിന്നേ? തെറ്റ്. 2 മുഴ ഉയരത്തി. 2 മുഴ ഉയരത്തി. ഒരു മുഴം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? കണക്ക് പഠിപ്പിക്കാമെന്നല്ല, ശ്രദ്ധിച്ച ഇത്രയുണ്ട് ഒരു മുഴം. 2 മുഴം എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. കണ്ടോ, ഒരു കൂടാരത്തിൽ സ്തോത്രം പറന്നു വന്നു. അവർ കാടയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയില്ല. കാട അവരെ തിരക്കി അവരുടെ കൂടാരത്തിനകത്തേക്ക് വന്നു. നീ ഭൗതിക നന്മയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഓടി പോകണ്ട. നിന്റെ അഡ്രസ് തിരക്കി ചില കാടകൾ വരുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനും പിടിക്കാൻ പരുവത്തിനായി കാട നീക്കിയ ഇന്ന് പകൽ ആത്മ നിയോഗത്താൽ ഒരു ദൂത് ഞാൻ പറയാം. ലിവ്യാതാന്റെ തലയെ തകർത്തുകൊണ്ട് ഇല്ല, കാട കൂടാരത്തിന് ചുറ്റും 2 മുഴം ഉയരത്തിൽ പറന്നു നിൽക്കുക. സ്വതം കൂടുതൽ പെറുക്കിയവന്റെ കണക്ക് പറയുന്നുണ്ടോ? ഇല്ല. കുറച്ച് പെറുക്കിയവൻ 10 പറ പെറുക്കി. അപ്പൊ കൂടുതൽ പെറുക്കിയ സാമർത്ഥ്യത്തോടുകൂടെ
പെറുക്കി, കുറച്ച് പെറുക്കി. അവൻ്റെ കണക്കാ പറയുന്ന 10 പറ പെറുക്കി. ശ്രേഷ്ഠകരമായ രീതിയിലല്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞ, ഞാൻ മോശയോട് വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ, ഇറച്ചിയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ, ഭക്ഷണമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. യോശുവ എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് ശ്രദ്ധിച്ച, എല്ലാവരും ശ്രദ്ധിച്ചോണം. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതിൽ ഒരു അതിശോക്തിയില്ല. ഹലോ, ഇപ്പൊ എന്നോട് പറയാം, എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതൊക്കെ എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്. ജോഷുവ പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതൊക്കെ. പക്ഷേ മോശയോട് പറയാത്ത ഒരു ദൂത് ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ആക്കുമ്പോൾ എന്നോട് പറയണം. മനസ്സിലാകുന്നുണ്ടോ? മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നതിൽ ഒരു അതിശോക്തിയില്ല. ഹല്ലേലൂയ. അതെനിക്കറിയാം. എന്നാൽ മോശയോട് പറയാത്ത ഒരു ദൂത് എന്നോട് ഈ പകൽ പറയണം. എൻ്റെ അപ്പനോട് പറയുന്ന ദൂത്, ഉടകമന ഹംദര എന്നോട് പറയുന്നതിൽ ഒരു അതിശോക്തിയില്ല. എന്നാൽ എൻ്റെ അപ്പനോട് പറയാത്ത ഒരു ദൂത് നീ എന്നോട് പറയണം. മനസ്സിലാവുന്നുണ്ടോ? യോശുവ പറഞ്ഞു, മോശയോട് പറയാത്ത ഒരു ദൂത് എന്നോട് പറയണം. അത് പറഞ്ഞിട്ടല്ലാതെ ഞാൻ ഇറങ്ങില്ല. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാവോ? കർത്താവ് അവനോട് പറയുന്നു, ഹല്ലേലൂയ, അവനോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ ഓക്കെ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഇത് മോശയോട് പറയാത്തൊരു ദൂത. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു ശത്രുവും നിന്റെ നേരെ നിൽക്കില്ല. മോശയോട് പറയാത്തൊരു ദൂത, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവനോട് പറയുന്നു, അത് നിങ്ങളോടൊരു സ്പെഷ്യൽ ദൂത് പറയാൻ. ആ ദൂതിങ്ങനെ, അത് നിന്റെ നേരെ നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു ശത്രുവും, ഒരാളല്ല ഒരു ശത്രുവും ഉടമന ജീവനുള്ള കാലത്തൊക്കെയും നിന്റെ നേരെ നിൽക്കില്ല. നിൽക്കില്ല. ഉടമന ആത്മാവിൽ ഈ ദൂത് ഉടരമന ഹന്തര കൈക്കൊള്ളുക. ഒരു മനുഷ്യനും നിന്റെ നേരെ. ഇത് മോശയോട് പറയാത്ത ദൂത്. ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഇത് പറഞ്ഞപ്പോൾ അവന് സന്തോഷമായി. കണ്ടോ? ഇത് പറഞ്ഞപ്പോൾ അവന് സന്തോഷമായി. ഹല്ലേലൂയ. കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? ഒന്ന് അവൻ്റെ അതിഥികളെ വിസ്താരപ്പെടുത്തി. കണ്ടോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ എന്താണ് അവനോട് പറയുന്നത്? നിന്റെ അതിഥികളെ ഞാൻ വിസ്താരപ്പെടുത്തും. നിന്റെ അതിഥികളെ ഞാൻ എന്ത് ചെയ്യും? വിസ്താരപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യമാണ്, ഈ ലെബാനോനും തുടങ്ങി മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെ. ഒരു ഭാഗം മഹാനദി വരെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയും ലെബാനോൻ തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും. ഫ്രാത്ത് എന്ന
മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും ഒരു ഭാഗത്ത് നിന്നും മഹാനദി വരെയും കണ്ടോ ഹിത്യരുടെ ദേശവും കടന്ന് പിന്നെ മഹാസമുദ്രം വരെ നിങ്ങളുടെ അതിരായിരിക്കും. സ്തോത്രം പറഞ്ഞ ആത്മാവിൽ ദൂതേറ്റെടുത്തോണം. ശത്രു ഒരു ഭാഗത്ത് നിന്നെ ഒതുക്കി നിർത്തുമ്പോൾ മതി എന്ന് പറഞ്ഞു വരച്ചു വരക്കപ്പുറം പോകണ്ടെന്ന് പറഞ്ഞ ആത്മീക ഭൗതിക മണ്ഡലങ്ങളെ നോക്കി ഉടമനെ വിധി കൽപ്പിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു നോ, അവിടെ നിന്ന് നീ കടക്കാൻ പോകുകയാ. അതിരുകളെ ദൈവം അതിരുകളെ ദൈവം തുറക്കാൻ പോകുകയാ. വിശ്വാസ കണ്ണാൽ കാണ്. ഇന്ന് പകൽ ശത്രു ഒതുക്കി നിർത്തുന്ന ചില അതിരുകളുണ്ട്. ഇത് മതി എന്ന് പറയുന്ന ചില അതിരുകളുണ്ട്. ഇതുവരെ പോയാൽ മതി എന്ന് പറയുന്ന, ഇതുവരെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന, ഇതുവരെ മുന്നേറിയത് മതി എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പൊളിക്കാൻ പോകുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് മഹാനദി വരെ കണ്ടോ, മരുഭൂമി ലബാനോൻ തുടങ്ങി പ്രാർത്ഥന മഹാനദി വരെ. രണ്ട്, ഹിത്യരുടെ ദേശം. ശ്രദ്ധിച്ചേ, ഹിത്യരുടെ ദേശത്തിൽ കടക്കയില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഹല്ലേലൂയ യോശുവേ നീ ഭാരപ്പെടണ്ട. ഹിത്യരുടെ ദേശത്ത് നിന്റെ കാൽ ചവിട്ടുക മാത്രമല്ല, ആ ദേശത്തെ അവകാശമാക്കത്തക്ക രീതിയിൽ അവിടെ അവസാനിക്കുന്നില്ല. മഹാസമുദ്രം വരെ നിങ്ങളുടെ അതിരായിരിക്കും. ഒന്നേ, അവരുടെ അതിർ പറഞ്ഞ ശത്രുവിന്റെ പോരുകളെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ അതിരിനെ ദൈവം മാറ്റാൻ തുടങ്ങി കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ രണ്ടാം ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് മതി എന്ന് പറയുന്ന ശത്രുവിന്റെ ചില രേഖകളെ ഇന്ന് പകൽ ദൈവാത്മാവ് ഖണ്ഡിച്ചുകൊണ്ട് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിപ്പുണ്ട്? അവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. സമയത്തിന്റെ പരിധികളെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ദൈവം സ്തോത്രം ഓരോ നിലവാരങ്ങളിലും യോശുവ നേതൃത്വം കൊടുത്ത് ദൈവമക്കളെ സ്തോത്രം പുറത്തു കൊണ്ടുവരുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നയിക്കാൻ തുടങ്ങി. ഹിത്യരുടെ ദേശമൊക്കെ കടന്ന് ദൈവിക പ്രവൃത്തി അവരുടെ കണ്ണാൽ കാണത്തക്ക രീതിയിൽ മോശ മുഖാന്തരം കണ്ടോ മോശ നയിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ വരിക. ഇനി 14-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ നാം വരികയാണ്. സ്തോത്രം ഇവിടെ പറയുന്നു മോശ എന്നെ അയച്ച നാൾ. സ്തോത്രം 14-ാം വാക്യത്തിന്റെ 11-ാം വാക്യം, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ മോശ എന്നെ അയച്ച നാളിലെ പോലെ. അയച്ച നാൾ എത്രാമത്തെ? ഇപ്പോൾ ഇവന് 85 വയസ്സുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 85 വയസ്സുള്ള കാലേബ് സ്തോത്രം യോശുവയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വാക്കാണ്. 85 വയസ്സുണ്ട്, 85 വയസ്സ്. അപ്പോൾ മോശ എന്നെ അയച്ച നാൾ എന്ന് പറയുമ്പം അതിൻ്റെ കുറച്ച് 14-ാം വാക്യം 14-ാം അധ്യായത്തിൻ്റെ 6-ന്റെ അവസാന വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ ശ്രദ്ധിച്ചേ, അവിടെ കാദേശ് ബർന്നയിൽ വെച്ചാണ് മോശ അവരെ അയക്കുന്നത്. അന്ന് എനിക്ക് 40 വയസ്സായിരുന്നു. എത്ര വയസ്സ്? 40 വയസ്സായിരുന്നു. ശ്രദ്ധിച്ചിരുന്നോണേ, എത്ര വയസ്സാ? 40 വയസ്സ്. എവിടെ നിന്ന്? കാദേശ് ബർന്നയിൽ നിന്ന് വെച്ച് മോശ എന്നെയും നിന്നെയും എന്ന് പറഞ്ഞാൽ കാലേബിനെയും യോശുവയും മോശ മുഖാന്തരം എങ്ങോട്ടയച്ചു? സ്തോത്രം ചില വ്യക്തികളെയും കൂടെ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി അവരെ കാദേശ് ബർന്നയിൽ വെച്ച് അയക്കുമ്പം എത്ര വയസ്സ്? 40 വയസ്സുണ്ടായിരുന്നു എനിക്ക്. 40 വയസ്സ്. ഇനി ദേശം ഉറ്റുനോക്കാൻ നീ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം നമ്മുടെ കൂടെ കടന്നു വന്ന സ്തോത്രം എല്ലാ
എല്ലാവരും തന്നെ ദേശം ഉറ്റുനോക്കിയിട്ട് ജനത്തിന്റെ ഹൃദയത്തെ ഉരുകുമാർ, അങ്ങനെ ആ പദം, ജനത്തിന്റെ ഹൃദയത്തെ ഉരുകുമാറാക്കി. 8-ാം വാക്യം, ഉരുകുമാറാക്കിയ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ യഹോവയോട് പൂർണ്ണമായി, കണ്ടോ, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയത്തെ ഉരുക്കുമാറാക്കി കാര്യങ്ങളെ പറഞ്ഞു. അവിടെ അനാക്യമല്ലന്മാരുണ്ട്, ആ ദേശം നമ്മുടെ കയ്യിലൊന്നും പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജനത്തെ സ്വത്രം ഉരുക്കുമാറാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനോ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. കണ്ടോ, അപൂർണമായെന്നല്ല, പൂർണ്ണമായി പറ്റി നിന്നു. ആരാ? കാലേബ് യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വത്രം നമുക്ക് ചുറ്റും സ്വത്രം ഭയങ്കര വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സ്വത്രം നീ അത് കടക്കത്തില്ല, നീ അത് ജയിക്കത്തില്ല, നിന്റെ ആത്മീക നിലവാരങ്ങളിൽ അതിനെ സ്വത്രം പറ്റത്തില്ലെന്ന് പറഞ്ഞൊക്കെ ജനത്തെ ഹൃദയം ഉരുകുമാറാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നാം ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കണം. ഇവിടെ കാലേബ് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് 2 കാര്യം അവന് ദൈവം കൊടുക്കുന്നു. ഒന്ന്, അവൻ കാൽ വെച്ച ദേശം അവനും അവന്റെ സന്തതികൾക്കും എന്നേക്കും അവകാശമായിരിക്കും. സ്വതന്ത്രം പറ്റി നിന്നതുകൊണ്ട് 2 കാര്യം സംഭവിക്കുന്നു. 2 കാര്യം കർത്താവ് കൊടുക്കുന്നു. നമ്പർ 1, സ്വതന്ത്രം അവൻ കാൽ വെച്ച ദേശം അവനും അവന്റെ സന്തതികൾക്കും പറഞ്ഞേ എന്നേക്കുമായി. 1 ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, എന്നേക്കുമായി അവകാശമായി കൊടുത്തു. രക്ഷകനായി സേവിച്ചതുകൊണ്ട് കുടുംബക്കാരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോയി, ബന്ധുക്കാർ എല്ലാരും ഉപേക്ഷിച്ചു പോയി, സ്വന്തം എന്ന് പറയുന്നവർ ഉപേക്ഷിച്ചു പോയി. എന്നാൽ നീ പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ സന്തതികൾക്കും കർത്താവ് അവകാശമായി തന്നു. കാൽ വെച്ച ദേശത്തിലല്ലേ നീ പാർക്കുന്നേ? അവിടെ പാർപ്പിക്കത്തില്ലെന്ന് ശക്തമായി ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നേക്കും അവകാശമായി എന്ന് പറയുമ്പോൾ ഒരു ശത്രുവിന് മാറ്റി നിർത്തുവാൻ കഴിയാത്ത, ഒരു ശത്രുവിന് മാറ്റാൻ കഴിയാത്ത, ഒരു ശത്രുവിന് മാറ്റാൻ കഴിയാത്ത, ഒരു ശത്രുവിന് ഇളക്കി മാറ്റാൻ കഴിയാത്ത എന്നേക്കുമായി അവകാശമായി. ഒത്തിരി വിസ്തരിക്കാനുണ്ടെങ്കിലും സ്വതന്ത്രം സമയം അനുവദനീയമല്ലല്ലോ. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. പറ്റി നിന്നതുകൊണ്ട് സ്വതന്ത്രം പറ്റി നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? 10-ാം വാക്യം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റി നിന്നതുകൊണ്ട് 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയുള്ള സഞ്ചാരം എവിടെയാണ് സഞ്ചരിക്കുന്നത്? മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ഹിംസ്ര ജന്തുക്കളുണ്ട്. മനുഷ്യന്റെ മണം കേട്ടാൽ ഓടി വന്ന് കടിക്കുന്ന സിംഹവും കാട്ടുമൃഗങ്ങളും ഉള്ള മരുഭൂമിയിലൂടെ നിങ്ങൾ അതിന്റെ ആഴം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും മുള്ളുകളും തേളുകളും കൂർത്തുമൂർത്ത പാറകളുമുള്ള മരുഭൂമിയിലൂടെ 40-ാമത്തെ വയസ്സിൽ തുടങ്ങി ഉള്ള സഞ്ചാരം 45 സംവത്സരം.
കണ്ടോ, 40-ാമത്തെ വയസ്സിൽ തുടങ്ങിയുള്ള 45 വർഷത്തോളം എന്ന് പറഞ്ഞാൽ 45 വർഷവും അവൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. ഞാൻ പട്ടി നിന്നതുകൊണ്ട് 45 വർഷം മുഴുവൻ ഇന്നയോളം ഈ 85-ാമത്തെ വയസ്സിലും എന്നെ ജീവനോടെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ആഴം? ഹല്ലേലൂയ. ഇന്ന് പകൽ പുറകോട്ടൊന്ന് ചിന്തിക്കണം. കോവിഡ് വന്ന സമയത്തും, വേദന വന്ന സമയത്തും, രോഗം വന്ന സമയത്തും, അപകടം വന്ന സമയത്തും നീ തകരാഞ്ഞത് എന്താണെന്നറിയാമോ? ഇന്നുവരെ നിന്നെ ജീവനോടെ പരിപാലിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അത് പട്ടി നിന്നതുകൊണ്ടാണെന്ന്. നീ വിട്ടുപോയില്ല. വിട്ടുപോകാത്തത് കൊണ്ടാണ് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളാക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കത്തക്ക നിലവാരങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. പട്ടി നിന്നതുകൊണ്ട് 85 വയസ്സ് വരെയും 40-ാമത്തെ വയസ്സിലുള്ള സഞ്ചാരം മരുഭൂമിയിലൂടെ ആയിരുന്നു. മരുഭൂമിയിലൂടെ ഉള്ള അവസ്ഥ. എന്നാൽ അവിടെ എന്നെ ഇതാ എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. എനിക്ക് 85 വയസ്സായി. ഹല്ലേലൂയ. അപ്പോൾ ജോഷുവ പറയാ, ഇനി നീ അല്പം ഒന്ന് വിശ്രമിക്കുക, ഇനി നീ അല്പം ഒന്ന് റെസ്റ്റ് എടു. ഹല്ലേലൂയ. നിനക്ക് 85 വയസ്സായില്ലേ? ഹല്ലേലൂയ. നിനക്ക് പോകാനും വരാനും പടവെട്ടാനും. ശ്രദ്ധിച്ചേ, 85 വയസ്സുള്ള യോശുവ നോക്കിയപ്പോ വാർദ്ധക്യമാണ്. 85 വയസ്സുള്ള കാലേബിനോട് പറയും, ഇനി നിനക്ക് പടവെട്ടാൻ കഴിയില്ല, ഇനി നിനക്ക് പടവെട്ടാൻ കഴിയത്തില്ല, ഇനി നിനക്ക് പോകാനോ വരുവാനോ കഴിയത്തില്ല, നീ മാറി നിൽക്കാൻ പറയുമ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് 85 വയസ്സുണ്ട്, ശരിയാ, പക്ഷെ പോകുവാനും പടവെട്ടാനും വരുവാനും മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടാൻ ആരോഗ്യമില്ലെന്ന് നീ പറഞ്ഞ് എന്നെ ബ്രേക്ക് ചെയ്യണ്ട, എനിക്കിന്നും ആരോഗ്യമുണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച അന്നുള്ള പവർ തന്നെ ഇന്നും ദൈവമക്കൾക്കുള്ളതിനാൽ ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. 85 വയസ്സുണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു കളഞ്ഞ കാലേബ് പറയുക, എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. എന്നത്തെ പോലെ 40-ാമത്തെ വയസ്സിലെ പോലെ എനിക്കിന്നും എന്തുണ്ട്? ആരോഗ്യമുണ്ട്. പടവെട്ടാനും പോവുകയും വരികയും ചെയ്യാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യോശുവേ ഒരു കാര്യം ചെയ്യ്, ഹെബ്രോൻ മല നീ എനിക്ക് താ. ഹെബ്രോൻ മല ഇപ്പോൾ എനിക്ക് നീ തരിക. യോശുവ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നിന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റത്തില്ല, പടവെട്ടാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല, പോകുകയും വരികാനും നിന്നെ കൊണ്ട് നിന്റെ ശാരീരിക സ്ഥിതി അതിന് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ യോശുവയുടെ കാലേ പറഞ്ഞു, നോ നോ നോ, മോശ എന്നെ അയച്ച നാളിലെ പോലെ എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. നീ എനിക്ക് ആ ഹെബ്രോൻ മല താ, അതെന്റെ വാഗ്ദത്തമാണ്. അത് ഞാൻ പ്രാപിക്കേണ്ട നന്മയാണ്, അത് ഞാൻ പ്രാപിക്കേണ്ട നന്മയാണ്, അതെന്റെ വാഗ്ദത്തമാണ്, അതെന്റെ വാഗ്ദത്തമാണ്. ഇന്ന് പകൽ വാഗ്ദത്തം നിവർത്തിയിലേക്ക് കടന്നു വരാതിരിക്കാൻ നിന്നെ മാനുഷികമായി തടയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ നിന്റെ വാഗ്ദത്തം ഹെബ്രോൻ മല, കാലേബിന്റെ വാഗ്ദത്തം ഹെബ്രോൻ മല, ഹെബ്രോൻ മല, ഹെബ്രോൻ മല. യോശുവയോട് പറഞ്ഞു, ആ മല എനിക്ക് നീ താ. സഹോദരം, ആ മലയ്ക്ക് 3 പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒന്ന്, അനാക്യർ അവിടെ ഉണ്ടെന്നും, നമ്പർ 1
അനാക്യ മല്ലന്മാർ അവിടെ ഉണ്ട്. എന്തുകൊണ്ട്? സാധാരണ മല്ലന്മാരല്ല. ഇതിനെ കണ്ടുകൊണ്ടാ യോശുവ പറഞ്ഞ നീ പോകണ്ടെന്ന്. നീ പോകണ്ട. ആ മലയുടെ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞേ, അനാക്യ മല്ലന്മാരുണ്ട്. വെറും മല്ലന്മാരല്ല, പിന്നെ അനാക്യ മല്ലന്മാരുണ്ട്. അനാക്യ മല്ലന്മാർ, അവരെ കണ്ടു കഴിഞ്ഞാൽ നീ പുറകോട്ടോടിപ്പോവും. അതുകൊണ്ട് നീ പോകണ്ട, നിന്റെ വാക്തത്വം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് യോശുവ തടഞ്ഞപ്പോൾ ഹല്ലേലൂയ, കാലേബ് പറഞ്ഞു നോ, നീ എന്നെ തടയരുത്. അവിടെ നമ്പർ 1 അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. നമ്പർ 2 പട്ടണങ്ങൾ വലിപ്പമുള്ളതാണ്. അതിനെയൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് വിശദീകരിക്കാൻ സമയമില്ല. ഒന്ന്, അനാക്യർ അവിടെ ഉണ്ട്. സാധാരണ മല്ലന്മാരല്ല, അനാക്യ മല്ലന്മാർ. കായികം കൊണ്ടും ശക്തി കൊണ്ടും ബലം കൊണ്ടും അവരുടെ ഓരോ കൈ സ്വതന്ത്രം ചരിത്രം പഠിപ്പിക്കുന്നത് വലിപ്പമുള്ള കൈയാണ്. ഉയരമെന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള ഉയരമാണ്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അവരുടെ ഒരു കൈ അടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ ഇല്ല എന്ന് പറഞ്ഞാൽ അനാക്യ മല്ലന്മാരുണ്ട് അവിടെ. 2, ആ പട്ടണം വലിപ്പമുള്ളതാ. നീ അത് പ്രാപിക്കത്തില്ല. ആ പട്ടണം എന്താണ്? വലിപ്പമുള്ളതാ. നിന്റെ വാക്തത്വം വലിപ്പമുള്ളതാ. ശത്രു പറയുക നീ പ്രാപിക്കത്തില്ല. എല്ലാരും എന്റെ കൂടെ വരണം കേട്ടോ. വലിപ്പമുള്ളതാ, അത് നീ പ്രാപിക്കത്തില്ല. അത് വലിപ്പമുള്ളതാ, അത് നീ പ്രാപിക്കത്തില്ല. 1, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. 2, ആ പട്ടണം വലുതാണ്. 3, ആ പട്ടണം ഉറപ്പുള്ളതാ. എന്ന് പറഞ്ഞാൽ ആ പട്ടണം ഒരിക്കലും ചലിക്കത്തില്ല. അത് ഉറപ്പുള്ളതാ. അത് എന്താണ്? ഒരു കാരണവശാലും അത് ചലിക്കത്തില്ല. ഉടറമന 3 പ്രത്യേകതയാണ് ഈ മലക്കുള്ളത്. 1, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ അതിന് 3 വിധമാകുന്ന തടസ്സങ്ങൾ. 1, അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. ശത്രു അവിടെ ഉണ്ട് കേട്ടോ. ശത്രു അവിടെ ഉണ്ട്. അത് നിഷ്പ്രയാസമല്ല. ശത്രു അവിടെ ഉണ്ട്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ ശത്രു ഉണ്ട്. 2, അത് വലിപ്പമുള്ളതാണ്. അത് ഭീമാകാരമായി നിൽക്കുന്നത്. അത് വലിപ്പമുള്ളതാ. ഹല്ലേലൂയ. 3 പട്ടണം ഉറപ്പുള്ളതാ. അത് കുലുങ്ങത്തില്ല. അത് ചഞ്ചലിക്കത്തില്ല. യോശുവ ഈ മലയുടെ പ്രത്യേകത അവനോട് കൂടെ പറയുമ്പോൾ അവൻ പറഞ്ഞു, അനാക്യ മല്ലന്മാരുണ്ടെന്ന് എനിക്കറിയാം. ദേശം വലിപ്പമുള്ള ദേശമാണെന്നറിയാം. അത് ഉറപ്പുള്ള പട്ടണമാണെന്നറിയാം. പക്ഷേ അവൻ ഒരു കാര്യം പറയുന്നു, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അരുളി ചെയ്തതുപോലെ ഞാൻ അതിനെ എന്ത് ചെയ്യും? ഓടിച്ചു കളയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഓടിച്ചു കളയും. ഇന്ന് പകലിൽ ശത്രു സംഘടിതമായി വന്നാലും ഉടമന നിന്നിൽ ഒരു അഭിഷേകം ഉണ്ടായിരിക്കണം. കാരണം നിന്റെ കൂടെ പോരാ ശക്തിയോടെ നിന്റെ കൂടെ ദൈവമുണ്ട്. നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, അനാക്യ മല്ലന്മാരുണ്ടെങ്കിലും ഞാൻ അതിനെ ഓടിച്ചു കളയും. ശത്രുവിനെ ഓടിച്ചു കളയാൻ ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകരം നീ പ്രാപിക്കേണ്ട ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകരം യേശുവിന്റെ നാമത്തിൽ ചൂടബാല ശബ്ദബാല ചൂടമാന ചന്ദരാജ അടക മനക റിഗമനാജ ബൗഡബം ധരംബബാല ചുടകമാന വൈഡബാല ശബ്ദമാന വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ചാണ്. ചിലതിന്റെ മേലെ ഒരു ദൈവിക അഭിഷേകം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വ്യാപരിപ്പിക്കുക. നിന്നോട് കൂടെ
ആ മല എനിക്കിതാ, ആ എബ്രോൻ മല എനിക്കിതാ, ഞാനതിനെ അവകാശമാക്കും, ഞാനതിനെ അവകാശമാക്കും. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആലോചന കൈമാറുന്നു. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില സ്ഥാനങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. ഉടകവന രാജ്യങ്ങളുടെ വാതിലുകളെ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി തുറക്കും. അധുനം ഘടകം വരകം ധമനം നിന്നെ മാന്യനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. മോനെ, നീ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്, ആരും കാണാതെ, ആരും കേൾക്കാതെ. എന്നാൽ ഉടകമന ഹംദരാജകന ചില യാത്രകളുടെ പുറപ്പാട്, ഉടകമന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നൽകി തരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആലോചന പറഞ്ഞുറപ്പിക്കുന്നു. മാന്യനാക്കി മാറ്റും കേട്ടോ. മറ്റുള്ളവർ അടകമന ഹംദരാ ജഗനഘടക എഴുന്നേറ്റ് നിന്ന് ഉടകമന നിന്നെ സല്യൂട്ട് ചെയ്യത്തക്ക നിലവാരങ്ങളിലുള്ള ഒരനുഭവമാക്കി പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ഇന്ന് പകൽ ദൂത് പ്രഖ്യാപിക്കുന്നു. ഉടകമന നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന നാളുകളിൽ 3 പ്രാവശ്യമാണ് തകർന്ന് തരിപ്പണമായി പോകുവാൻ ശത്രു നോക്കിയ ചില മണ്ഡലങ്ങൾ. എന്നാൽ അവിടെ നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നിട്ടും 15-ാമത്തെ വയസ്സിൽ നിന്നെ തകർത്ത് തരിപ്പണമാക്കി കളയാൻ ശത്രു നോക്കിയ ചില മണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ണിച്ചു. അപകടങ്ങൾ വരുത്തി നിന്നെ തകർത്ത് കളയാൻ ഉടകമന റോഡിൽ നിന്റെ ബോഡി ഉടകമന നിശ്ചലമായി കിടക്കണമെന്ന് കരുതി ശത്രു എഴുതി വെച്ച ചില രേഖകളെ വരെ കണ്ണിച്ച് പരിശുദ്ധാത്മാവിന്റെ കരം ശക്തമായി പ്രവർത്തിച്ചെന്ന് ദൈവാത്മാവ് പറയുന്നു. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് ഈ നാളുകളിൽ തന്നെ ഉടകമന ഞാൻ അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആലോചന പറയുന്നു. ഉടകമന ഗരഗതന ഇന്നിവിടെ ഇരിക്കുന്നത് ഒരു അത്ഭുതമാണ്. റാമാന ശതനമന ഹംദര പ്രാണനെതിരെ വെല്ലുവിളിച്ച്, ജീവനെതിരെ വെല്ലുവിളിച്ച് അടകാറകംദൽ ഖമനഘടക അറകൽഖന 4 വർഷത്തിന് ബൈക്കിൽ വരട്ടെ. അടകമന ഹംദൽ ഖമനഘടക ശമനാദിയ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിക്കളയാൻ ശത്രു നോക്കിയ ചില മണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയാ. ഉടകമന ഹംദ കിടക്കുമ്പോൾ കടന്നോ ഇനി എഴുന്നേൽക്കേണ്ടെന്ന് പറഞ്ഞ ശത്രുവിൻ്റെ പോരുകളെ ദൈവത്തിൻ്റെ ആത്മാവ് കണ്ണിച്ചിട്ട് ഇന്ന് പകലിലും ഇവിടെ ആയിരിക്കുന്നത് ഒരത്ഭുതമാണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ദൂതു പറഞ്ഞുറപ്പിക്കുന്നു. അടകമന ഗരകധുനിയ അൽക്കം വരകം ധമനം ഘടകം വരകം ധമനം അതര കടകം വരകം ധമനം ഘടക ചരകം ദലകം ദരകം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം കാണത്തക്ക രീതിയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിന് ആരാ എന്നുള്ള ചോദ്യം പലപ്പോഴും നിന്റെ കാതുകളിൽ ശത്രു മന്ത്രിപ്പിച്ചിട്ട് ഇനിയില്ല, ഇനി മുൻപോട്ടില്ല. ഉടകമന ഹദലമന ഹംദര ഇനി കൈകൾ ചലിക്കത്തില്ല, ഇനി കാലുകൾ ചലിക്കത്തില്ല, ഇനി നടക്കത്തില്ല, ഇനി ഓർമ്മ വരുത്തില്ലെന്ന് പറഞ്ഞ ശത്രുവിൻ്റെ പോരുകളെ ദൈവാത്മാവ് കണ്ണിച്ചെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. 2014 2018 ഉടരമന മല പോലെ വന്ന വിഷയത്തെ ദൈവാത്മാവ് മഞ്ഞുപോലെ ഉരുക്കി മാറ്റിയത് എൻ്റെ കരുതലാണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. വിശ്വസിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടും. ഉടകമന ഹംദര ദൈവകരങ്ങളിലേക്ക് ശക്തമായി ഏൽപ്പിച്ചു കൊടുക്കുക സഹോദര. ചൂടാമന ശകതലഹംതര അർക്കം വരകം ധമനഘടക നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ ഉടമന ദൈവത്തിന് പദ്ധതിയുണ്ട്. അടകാറകം ദൽ ഖമനഘടക ഒരു ഭാഗത്ത് തകർന്നു പോകുന്ന ചില മണ്ഡലങ്ങൾ, അടകം ദലകം ധരകം ധലകം ധരകം എല്ലാം നഷ്ടപ്പെട്ടു പോയ ചില അനുഭവങ്ങൾ നീ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ല, അതിന്മേലൊരു പണി ഞാൻ നടത്തും കേട്ടോ. റാഖാമാന ഉടൽ ഖമന ഘടകതന പലപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും നീ നീറിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് കാണുന്നു ചില വിഷയങ്ങളിൽ നീ ഭാരപ്പെട്ടുകൊണ്ട് ഉടാ റമാ ശംദര ഇരിക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുകയാണ്. ഉടമന ഹംദര സഹോദര, ഇരുമ്പഴികൾക്കുള്ളിൽ നീ ആകേണ്ടവനാണ് കേട്ടോ. ഉടകമന ഹംദര പുറത്തു വരുവാൻ കഴിയാതെ, പുറം ലോകം കാണുവാൻ കഴിയാതെ അടകമന ഹംദൽ ഖമന നിന്നെ അകത്തളത്തിൽ വെച്ച് തന്നെ ഞെരുക്കിക്കളയാൻ
വെളിപ്പെടുത്താൻ ഉടമന രേഖകൾ തയ്യാറായി വന്നെങ്കിലും ആ രേഖകളെയൊക്കെ ഞാൻ ഖണ്ഡിച്ചെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ഉടകമന ഹന്തര, നീ അറിയാത്ത ചില തെറ്റുകളിലേക്ക് അടകമന ഹന്തര കുറ്റം കണ്ടുപിടിച്ച് അടകൽ പ്രൗഢമന ഹന്തര നിനക്കെതിരെ ഉടമന ഹന്തൽ ഖമന രേഖകൾ തയ്യാറാക്കി കൊടുത്ത വ്യക്തികളെ വരെ ദൈവാത്മാവ് കാണുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം നിന്നെ ഉപയോഗിക്കാൻ ശക്തനായ ദൈവമാണ് കേട്ടോ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണ്. ഈ 2025 7-ാം മാസം നീ കുറിച്ചിട്ടോണ്. ജീവിതത്തിൽ നന്മയ്ക്കായ ഒരടയാളം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാണ്. ചൂടാ മന റഗതന അർക്കം വരകം ധമനം ഘടകം ധുരഘടകല ഘടകന. വഴിയുടെ ദൂരം കൊണ്ട് നീ ക്ഷീണിച്ചു പോയെങ്കിലും ദൈവശക്തി നിൻ്റെ അകത്തുണ്ടായതുകൊണ്ട് ക്ഷീണിക്കാൻ ദൈവം അനുവദിച്ചില്ല. നീ വന്ന വഴികൾ കനൽ വഴികളായിരുന്നു കേട്ടോ. ഉടകമന ഹംദൽ ഖമന ഘടകതന ഉടകമന ഹംദൽ കന. പുറകോട്ടൊന്ന് ചിന്തിച്ചേ, കനൽ വഴികളിലൂടെ നീ വന്ന പാതകൾ ഉടകമന ഇരുട്ടിൻ്റെ അനുഭവത്തിൽ, എന്നാൽ അടർത്തിയെടുത്തത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് സന്തോഷിക്കത്തക്ക അനുഭവമാക്കി, ഇന്ന് ആഹ്ലാദിക്കത്തക്ക അനുഭവമാക്കി പരിശുദ്ധാത്മാവ് ചെയ്ത വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2020 കാലഘട്ടം ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കാലഘട്ടം. അവിടെയും ദൈവത്തിൻ്റെ പൊൻചങ്കോൽ നിനക്ക് വേണ്ടി നീട്ടിയെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആലോചന പറയുന്നു. ഉടമാ നഗതുനി അൽക്കമന ഘടകതന ഭൗഷ്യമന ഹംദര. നീ കരയാത്ത നാളുകളില്ല, കരയാത്ത ദിവസങ്ങളില്ല. ചൂടാമാന സൗകര്യം ഇങ്ങോട്ട് നോക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായിട്ട് ദൂത് പറയുന്നു. ഉടകമന ഹംദൽ ഖമനയാ ഉടകമന ഹംദല. പലപ്പോഴും വിങ്ങി 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 നീ കരയുന്ന അനുഭവങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയാണ്. മറുപടിയില്ലാതെ നീ ഭാരപ്പെടുന്ന ചില അനുഭവങ്ങൾ. എന്നാൽ നിൻ്റെ ഹൃദയം എവിടെ തകർന്നോ അവിടെ നിൻ്റെ ഹൃദയത്തെ പണിയുന്ന കർത്താവുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആലോചന പറയുന്നു. മുള്ളിനിടയിൽ വീണ വിത്തിനെ പോലെ, മുള്ളിനിടയിൽ വീണ വിത്തിന് കിളിർക്കാൻ കഴിയത്തില്ല കേട്ടോ. മുള്ളി ഞെരുക്കും. ഉടകമന ഹംദൽക്കന കിളിർക്കാൻ കഴിയാതെ ഞെരുക്കുന്ന ചില വിഷയങ്ങൾ. യെസ്, ഉടകമന കുടുംബത്തിനകത്ത് ഭാരത്തോടെ, നിരാശയോടെ, സമാധാനം നഷ്ടപ്പെട്ടു പോയ ചില അനുഭവത്തോടെ നീ ആയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ചില ക്രമീകരണങ്ങൾ ഉടകമന ഈ 6-ാം മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. നിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ മുതൽ ഉച്ചന്തല വരെ നിന്റെ ഉദരത്തിൽ ദൈവശക്തി വെളിപ്പെടും. ചൂടാ മന റഗമന ഹംദൽ ഖമന. നന്മ പലപ്പോഴും കാണാതെ, വിടുതൽ പലപ്പോഴും കാണാൻ കഴിയാതെ നീ ആയിരിക്കുന്ന അനുഭവങ്ങളെ ഉടകമന ഈ 2025 തീരുന്നതിനിപ്പുറമായി ചില സന്തോഷത്തിൻ്റെ വാർത്തകൾ നീ കേൾക്കത്തക്ക നിലവാരങ്ങളിൽ ദൈവിക മഹത്വം നിന്റെ അകത്ത് വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽ ആലോചന പറഞ്ഞുറപ്പിക്കുന്നു. ഉടാ രാമന ഹംദര ജഗനഘടകഥന അൽക്കന. ബൈക്കിലിരിക്കുന്ന മകളോട് കൈ ഉയർത്ത മോളെ, ഇപ്പുറത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. അടകമന ഹംദര 3 വിഷയത്തിന് ഞാൻ മറുപടി നൽകി തരും. യെസ്, നിന്റെ ശാരീരികമാകുന്ന വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ചൂടാ ലാമന ഹംദര. ആരോടും തുറന്നു പറയാൻ കഴിയാത്തവളാക്കി അകത്തളത്തിൽ നിന്നെ ഞെരുക്കുന്ന ചില വിഷയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുകയാണ് ഇന്ന് പകൽ. അതിനും വിടുതലാക്കി ദൈവാത്മാവ് തീർക്കും. നന്മയ്ക്കായ ഒരടയാളം ഈ പ്രവചനം പറയുമ്പോൾ തന്നെ ഉടകമന ഹംദര കിലോമീറ്റർ അകലെ നിന്റെ വിഷയം കിടക്കുക. എന്നാൽ ചില പേപ്പേഴ്സുകളിലൊക്കെ ദൈവ സാന്നിധ്യമാക്കി പരിശുദ്ധാത്മാവ് തീർക്കുമെന്ന് ഇന്ന് പകൽ ആലോചനയായി ദൂതായി പറയുന്നു. ഉടകമന ചില വിഷയത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആ മല എനിക്കിതാ. 3 പ്രത്യേകത മല. ഒന്ന് 2 പട്ടണം വലുത്. 3 എന്നാൽ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ
ഞാനതിനെ ഓടിച്ചു കളയും. യഹോവ അവന്റെ മുൻപാകെ പോയി. അനാക്യമല്ലന്മാർ അവനെ കണ്ടിട്ട് ഓടിപ്പോയി. കേട്ടോ, അറിയാം, നിന്നെ കാണുമ്പോൾ ചില മല്ലന്മാർ ഓടിപ്പോകണം. വിശ്വസിക്കുക, നിന്നെ കാണുമ്പോൾ മല്ലന്മാർ ഓടിപ്പോകാൻ നിന്റെ മേൽ യഹോവയുടെ കരം. വാ തുറന്ന് 40 നിമിഷം ദൈവത്തെ ആരാധിച്ചാട്. ദൈവകൃപ, 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 ദൈവകൃപ. നിന്നെ കാണുമ്പോൾ അറിയാം, നിന്നെ തകർക്കുമെന്ന് പറയുന്ന ചില അനാക്യമല്ലന്മാർ ഇന്ന് പകൽ ഓടിപ്പോകുന്ന ഒരഭിഷേകം. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനാക്യമല്ലന്മാരെ ഞാൻ ഓടിച്ചു കളയും. ഞാൻ അവരെ ഓടിച്ചു കളയും. കാരണം ആരെൻ്റെ കൂടെ ഉണ്ട്? യഹോവ എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ എബ്രോൻ മലയിലേക്ക് കടന്നുപോയി. വാക്തത്ത ആ മല, ദൈവവനോട് പറഞ്ഞ വാക്തത്വം, സ്തോത്രം, അവൻ കൈവശമാക്കി. അന്ന് ആ ദേശത്തിൽ സ്വസ്ഥത ഉണ്ടായി. അന്ന് ആ ദേശത്തിൽ എന്തുണ്ടായി? സ്വസ്ഥത ഉണ്ടായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചു തന്ന ദൈവദാസന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലത്തിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഇന്ന് പകൽ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്നല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയമായി ഇന്ന് പകൽ ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. കാലേബിനോട് കൂടെ ഇരുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ആ മോശയോട് കൂടെ ഇരുന്ന ദൈവം അവനോട് കൂടെ ഇരുന്നെങ്കിൽ ഇന്ന് പകൽ നമ്മോട് ഓരോരുത്തരോടും കൂടെ ഇരിപ്പാൻ അവൻ മതിയാ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്കൊരു നോക്കാം. എത്ര ഉറപ്പുള്ളതാണെങ്കിലും, എത്ര വിശാലമാണെങ്കിലും, എത്ര മല്ലന്മാരുള്ളതാണെങ്കിലും നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവൻ ആൾക്കാൾ വലിയവനാണ്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ന് പകൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. നമ്മളെല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ പിടിയും കുശു പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ പകൽവേളയ്ക്കായി വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ പകൽക്കാലം തിരുപാദപീഠത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ ആരംഭം മുതൽ ഇതുവരെയും ഹല്ലേലൂയ സഹായിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന എല്ലാ വിധങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെയും കൃപ തന്നു. ഞങ്ങളുടെ വിലയേറിയദാസനെ ഞങ്ങളുടെ മധ്യയിൽ അയച്ച് കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കും മാറ്റമില്ലാത്ത ദൈവശബ്ദങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഒരു കാലേബിനെ വിളിച്ച നാളിലെ പോലെ ആരോഗ്യവും കർത്താവെ ആരോഗ്യം കൊടുത്ത് അന്ത്യത്തോളം കർത്താവ് തൻ്റെ 85-ാമത്തെ വയസ്സിലും തന്നോടുള്ള വാഗ്ദത്തത്തിന് വേണ്ടി ഹല്ലേലൂയ ശക്തമായി ചുവടുവെപ്പാൻ തൻ്റെ ഉള്ളത്തിൽ ദൈവം പ്രേരണ കൊടുത്ത അനുഭവങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ഹല്ലേലൂയ വലിയ ഉറപ്പ് കൊടുക്കണമേ കർത്താവ്. പ്രായാധിക്യമല്ല, ദൈവം വിളിച്ച നാളിലെ പോലെ ദൈവം ഞങ്ങളെ നിർത്തുന്നു എന്നുള്ള വലിയ അനുഭവം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന ശക്തി കർത്താവേ, ഏത് അനാക്കിൻ്റെ ശക്തി ആയിരുന്നാലും, ഏത് വലിപ്പമുള്ള ശക്തി ആയിരുന്നാലും, ഏത് ഉറപ്പുള്ള ശക്തി ആയിരുന്നാലും അതിനെതിരെ നീങ്ങുവാൻ, ഹെബ്രോൻ അവകാശമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഈ ദിവസങ്ങൾ ഉറപ്പോടെ, ബലത്തോടെ, ധൈര്യത്തോടെ കർത്താവേ വചനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുവാൻ എല്ലാ ദൈവമക്കളെയും അവിടുന്ന് സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും ശക്തരാക്കണമേ കർത്താവേ. വിളിച്ച നാളിലെ അനുഭവം പോലെ എല്ലാവരെയും പുതുക്കണമേ കർത്താവേ. ദൈവകൃപ എല്ലാവരുടെ മേലും വ്യാപരിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ ശക്തമേറിയ ഹല്ലേലൂയ അനുഭവങ്ങൾ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഉപവസിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവകൃപ ധാരാളമായി സഭയ്ക്കുള്ളിൽ പകരണമേ. സഭയെ പിന്നെയും ഒരുക്കണം, പണിയണം കർത്താവേ. അവിടുത്തെ വലിയ കൃപ വ്യാപരിക്കണം. കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായും ഓരോരുത്തരോടും അറിയിച്ച ആത്മീയ ദൂതകൾക്കായി സ്തോത്രം. ദൈവമേ, അത് അവരുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ ദൈവം അത് സാധ്യമാക്കി കൊടുക്കണമേ കർത്താവേ. അങ്ങയുടെ ദാസനെ ശക്തമായി അവിടുന്ന് ആത്മാവിൽ ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഏൽപ്പിച്ച സഭയ്ക്കായി സ്തോത്രം കർത്താവേ. തന്നിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം പിന്നെയും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് താഴ്ത്തി തൃക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്ന രാത്രിത്തെ മീറ്റിംഗും ദൈവമേ യോഗം അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ സ്വർഗ്ഗപിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 7 മണിക്ക് മുൻപ് തന്നെ എല്ലാവരും കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശബ്ദമാലോചന കേൾക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.